Welcome you all. Today BPA 141. 141 and Unit 6 and 7 ആണ് എന്നെടുക്കുന്നത്. 6, 7. Unit 6, 7. Right to Information BPA 141. ഓക്കെ, 6, 7 രണ്ട് യൂണിറ്റ് ആണ് എന്നെടുക്കാൻ പോണത്. ഓക്കെ ഓക്കെ ബ്ലോക്ക് 3 Implementation of the Right to Information Act 2005. ഇഷ്യൂസ് ആൻഡ് ചാലഞ്ചസ്. ഒരുപടി ചാലഞ്ചസ് ഉണ്ട് ഇതിൽ. റൈറ്റ് റൂൾസ് എല്ലാം ഉണ്ട്, എങ്കിലും ചാലഞ്ചസ് ആർ മെനി. അപ്പൊ അത് നമ്മൾ എങ്ങനെയാണ് ഡേ ടു ഡേ നമ്മൾ ഫേസ് ചെയ്യുന്ന ഓരോരോ ഗവൺമെന്റ് ഒക്കെ, സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിക്കോട്ടെ, സെൻട്രൽ ഗവൺമെന്റ് ആയിക്കോട്ടെ, എന്തെല്ലാം ചാലഞ്ചസ് ആണ് ഫേസ് ചെയ്യുന്നത് അതിനെ പറ്റിയിട്ടാണ് വിവരിക്കുന്നത്. ഓക്കെ മേഡം, നെക്സ്റ്റ് Okay. Now, Unit 6, Administrative Efficiency, Transparency and Accountability through the Right to Information Act 2005. Issues and Challenges. Okay. അപ്പോൾ ഇതാണ് ഹെഡിങ്. അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി, അതായത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ അത്യാവശ്യമാണ്. അത് മാത്രമല്ല ട്രാൻസ്പെറൻസിയും വേണം. ഓക്കെ, ആൻഡ് അക്കൗണ്ടബിലിറ്റി ത്രൂ ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. ഇത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അതുകൊണ്ട് ഇഷ്യൂസും ചാലഞ്ചസും ഒക്കെ ഉണ്ട്, കണ്ടുപോകാനുണ്ട്. കാരണം ഇന്ത്യ എ വാസ്റ്റ് കൺട്രി, അതായത് ഡൈവേഴ്സിറ്റി, എ ലോട്ട് ഓഫ് പോപ്പുലേഷൻ, സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ഇൻ ദ വേൾഡ് ആഫ്റ്റർ ചൈന. Okay, and for your kind information, we are going to beat China within a short period or 1 or 2 or few years. I think they will become the most populous country in the world. Okay, അപ്പോൾ ആൾറെഡി 140 crores ആൾറെഡി എന്തോ തരായുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഒരുപടി ചാലഞ്ചസ് ഉണ്ട്. അതായത് when population is increasing, definitely we have to make the infrastructure facilities, educational facilities, employment opportunities, everything. So government has to do a lot. So administration should be very, very efficient. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞാൽ IAS ഓഫീസർ മാത്രമല്ല, ഈവൻ പഞ്ചായത്ത്, there are 3 types. One is central government, another is state government, third നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. അപ്പൊ 3-tier സിസ്റ്റം ആണ് ഇന്ത്യയിലെ അഡ്മിനിസ്ട്രേഷനിൽ. ഓക്കെ, സോ ഹിയർ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ടുവേർഡ്സ് ട്രാൻസ്പെറന്റ് ആൻഡ് എഫിഷ്യന്റ് ഗവൺമെന്റ്, ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005. അതായത് നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കണം. കാരണം എന്തറിയോ, ഇത് ടാക്സ് പേയറുടെ പൈസയാണ്. അപ്പൊ അതുകൊണ്ട് MLA ആയിക്കോട്ടെ, MP ആയിക്കോട്ടെ, പാർലമെന്റിലേക്കോട്ടെ, അസംബ്ലി ആയിക്കോട്ടെ, ചോദിച്ച ചോദ്യത്തിന് കൺസേൺ മിനിസ്റ്ററോ ചീഫ് മിനിസ്റ്ററോ പ്രൈം മിനിസ്റ്ററോ ഉത്തരം കൊടുക്കണം. കാരണം ഈ ഇൻഫർമേഷൻ വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ റൈറ്റിംഗിൽ കൊടുക്കുന്നുണ്ട് സ്പീക്കർക്ക്. ഓക്കെ, അപ്പൊ നമ്മുടെ സെഷൻ ഇത് ചെയ്യണ സമയത്ത് അവരതിനുള്ള ഉത്തരം നമുക്ക് തരും. അപ്പൊ ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി, ബോട്ടൽ നെക്സ്റ്റ് ഇൻ ദ RTA Act. Introduction. RTA Act is a path-breaking legislation that signals the march from darkness. അതായത് ഒന്നും അറിയാത്ത ചില കാര്യങ്ങളുണ്ടല്ലോ, അതിൽ നിന്ന് വെളിച്ചം കിട്ടുന്നതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ. നമുക്കൊന്നും അറിയില്ല എന്തെല്ലാം നടക്കുന്ന ബാക്ക്ഗ്രൗണ്ട്, നമുക്ക് ഒന്ന് കണ്ണടച്ച് നോക്കി അറിയാം നമുക്ക് എന്താ സംഭവം ഓരോ കാര്യങ്ങളൊക്കെ. അപ്പോ പക്ഷെ ഈ ഒരു ആക്ട് ഇല്ലെങ്കിൽ നമുക്കൊന്നും അറിയില്ല. എന്തെല്ലാം തോന്നിവാസങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകരായിട്ട്, വേറെ ബ്യൂറോക്രാറ്റ് ആയിക്കോട്ടെ, എന്തെല്ലാം അഴിമതികളാണ് ചെയ്യുന്നത്. ഇതൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരുന്ന ആക്ട് ഇത് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് അറിയാലോ, ഓരോരോ അസംബ്ലി സെഷനും പാർലമെന്റ് സെഷനും നോക്കിയാൽ മതി. മനസ്സിലായില്ലേ? അത് നീദർ സെന്റർ nor state. Sometimes they are unable to provide information. മനസ്സിലായില്ലേ? അപ്പോ പക്ഷേ നിങ്ങൾ മറക്കരുത്, ഒരു MP എന്ന് പറയുന്നത് 10 ലക്ഷം 12 ലക്ഷം ജനങ്ങളുടെ റെപ്രസെന്റേറ്റീവ് ആണ്. ചോദ്യങ്ങൾ പലതും ഉണ്ടാവും. കാരണം അവർക്ക് ആളുകളെ, പബ്ലിക്കിനെ ഫേസ് ചെയ്യണം. അപ്പൊ അവര് എന്താ പറയണ്ടേ, ഫേസ് ചെയ്യുന്ന പ്രോബ്ലം നമ്മള് അത് അഡ്രസ് ചെയ്യണം. കൺസേൺ മന്ത്രിക്കോ ചീഫ് മിനിസ്റ്റർക്കോ പ്രധാനമന്ത്രിക്കോ ആർക്കും, ഏത് ക്യാബിനറ്റ് മിനിസ്റ്റർ, ഏത് ആർക്കോട്ടെ. സോ ഇൻ ദിസ് യൂണിറ്റ്, ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ ഡിസ്കസ് ദ കീ കൺസെപ്റ്റ് ഓഫ് ദ സ്റ്റഡി, ദാറ്റ് ഈസ് ഭരണം, അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസി. ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ, അതായത് അക്കൗണ്ടബിലിറ്റിയാണ് ഇല്ലാത്തത്, ഗവേണൻസും പോരാ. ആത്മാർത്ഥമായി സത്യസന്ധതയോടുകൂടി നമ്മൾ ഭരിക്കണം.
അതാ സെൻട്രൽ ആയിക്കോട്ടെ, ഈ ലോക്കൽ പഞ്ചായത്ത് ആയിക്കോട്ടെ, വേറെ എവിടെ ആയിക്കോട്ടെ, എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ ഈസ് റിക്വയർഡ്. ട്രാൻസ്പെറന്റ്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താണെന്ന് വെച്ചാൽ അക്കൗണ്ടബിലിറ്റി ഈസ് മിസ്സിങ്. നിങ്ങളെ, അതായത് കഴിക്കുന്ന ഭക്ഷണത്തിന് കൂറ് കാണിക്കുന്ന ഏർപ്പാടാണ് നമ്മൾ ബ്യൂറോക്രാസി ചെയ്യുന്നത്. അവനവൻ്റെ ഡ്യൂട്ടി ചിലപ്പോൾ ചെയ്യുന്നില്ല. കാര്യം മനസ്സിലായില്ലേ? കാരണം റൂളിങ് ആയിക്കോട്ടെ, ആരെ അവരെ അപ്പോയിന്റ് ചെയ്ത് അവരെ പ്ലീസ് ചെയ്യാനോ, ഇപ്പൊ നമ്മുടെ പോലീസ് ആയിക്കോട്ടെ, ആരെ പ്ലീസ് ചെയ്യാനെല്ലാം മതി. പക്ഷെ അവർക്കും ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ട് എന്ന് അവര് മനസ്സിലാക്കണം. ഞാനൊരു ചെറിയ ഉദാഹരണം പറയട്ടെ. ചെറിയ ഉദാഹരണം. ഒരു കാലത്ത് വെൻ ഐ വാസ് ഇൻ ബോംബെ, ഒരു ട്രെയിൻ ആക്സിഡന്റ് നടന്നു. അന്ന് ലാൽ ബഹദൂർ ശാസ്ത്രി വാസ് ദ റെയിൽവേ മിനിസ്റ്റർ. ലാൽ ബഹദൂർ ശാസ്ത്രി പിന്നെ പ്രധാനമന്ത്രിയായി ആണ്. ഒരു ചെറിയ ആക്സിഡന്റ് ബോംബെയിൽ നടന്നു. ഉടനടി ആ മന്ത്രി രാജിവെച്ചു. ആര്? ലാൽ ബഹദൂർ ശാസ്ത്രി. ടേക്കിംഗ് മോറൽ റെസ്പോൺസിബിലിറ്റി ഫോർ ദ ആക്സിഡന്റ്. ഓൺലി കുറച്ച് പേര് മരിച്ചത്. ഞാൻ റെയിൽവേ മിനിസ്റ്ററാണ്, അതുകൊണ്ട് ഞാൻ ഉത്തരവാദിത്തം എടുക്കണം എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? എത്ര ആൾ ഉത്തരവാദിത്തം എടുക്കുന്നുണ്ട് ഇപ്പൊ? ആര് എന്ത് വീണച്ചായിക്കോട്ടെ, ഒരു പ്രശ്നമില്ല എന്നുള്ള നിലയിൽ വേണം. അപ്പൊ ഇതും മറക്കരുത്. ഞാനൊരു ഉദാഹരണം എന്തിനാ പറയാന്ന് വെച്ചാൽ, ചെറിയ ഒരു ട്രെയിൻ ആക്സിഡന്റിന് എത്രയോ ഉദാഹരണങ്ങൾ പലരുടെയും ഉണ്ട് കേട്ടോ. ഞാൻ എല്ലാം അദ്ദേഹത്തിന്റെ മാത്രമല്ല ഞാൻ പറയുന്നത്. നമുക്ക് നമ്മുടെ മുമ്പില് ചില റോൾ മോഡൽസ് എല്ലാം ഉണ്ടാവണം. എന്താ കാരണം അറിയോ? ഇപ്പൊ ഞാൻ ഉദാഹരണം പറയട്ടെ. ഇന്നിപ്പോ ഉദാഹരണം, ഇലക്ഷൻ റിസൾട്ടൊക്കെ വന്നതാണ്. ഞാൻ രാഷ്ട്രീയമായി ഒന്നും പറയുന്നില്ല. ഒരു ഇതും നമുക്ക് തോന്നുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ, 0 കിട്ടിയവരും ചില സമയത്ത് ഭരിക്കും, 2 കിട്ടിയാലും ഭരിക്കും. നമുക്ക് തോന്നില്ല. ഡെമോക്രസിയാണ്, അത് ശരിയാണ്. പക്ഷേ വാല്യൂ അപ്പൊ നമ്മളത് അംഗീകരിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഓക്കെ, ആര് ജയിച്ചോട്ടെ, നമുക്ക് പ്രശ്നമില്ല. ഡെമോക്രാറ്റിക് വേ ആണ് നമുക്കെല്ലാം നടത്തുന്നത്. ഓക്കെ, അതെന്തോ ആയിക്കോട്ടെ. പക്ഷെ ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ. ഇലക്ഷൻ കമ്മീഷനാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ട്രാൻസ്പെറൻസിയാണ് ഞാൻ പറയുന്നത്. ഇലക്ഷൻ കമ്മീഷനാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, സമ്മതിച്ചു. TN ശേഷന്റെ അയാൾ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു. അതിനു മുമ്പേ അതിനുശേഷം ഏതെല്ലാം ആളുകൾ ചാർജ് എടുത്തു. എന്തുകൊണ്ട് TN ശേഷനെ മാത്രം ഓർക്കുന്നു? അത് നിങ്ങൾ ആലോചിച്ചോളൂ. അയാളുടെ അടുത്ത് ഒരു തരികിടിയും പറ്റില്ല. മനസ്സിലായോ? അപ്പോ എല്ലാത്തിലും അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, റോൾ മോഡൽസ് ഉണ്ട്. പക്ഷെ ഇന്ന് റോൾ മോഡൽസ് ഇല്ല എവിടെയും. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന വിദ്യാർത്ഥികള്, പണ്ട് ഇപ്പൊ ഞാനൊക്കെ MBA കോളേജിലും പ്രിൻസിപ്പൽ ആയിരിക്കുന്ന സമയത്ത് ഹൂ ഈസ് എ റോൾ മോഡൽ എന്ന് ചോദിച്ചാൽ പറയും ഡോക്ടർ അബ്ദുൽ കലാം, അല്ലെങ്കിൽ രാധാകൃഷ്ണനോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലോ, അല്ലെങ്കിൽ ഇങ്ങനെ സോ ഈ ശ്രീധരൻ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും, ഇങ്ങനെ ഓരോരുത്തരുടെ റോൾ മോഡൽസ്, അല്ലെങ്കിൽ അച്ഛൻ, അല്ലെങ്കിൽ അമ്മ, അതൊക്കെ പറയും. എന്ന് റോൾ മോഡൽ ചോദിച്ചാൽ എന്താ റോൾ മോഡൽ എന്ന് ചോദിക്കുന്ന ആളുകള്, നമ്മുടെ വിദ്യാർത്ഥികള്. വാട്ട് ഈസ് റോൾ മോഡൽ എന്ന് മനസ്സിലായോ? അതായത് റോൾ മോഡൽ എന്ന് വെച്ചാൽ പോലും അറിയില്ല. എന്താ വെച്ചാൽ നല്ലത്, അത് അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, സിസ്റ്റർ ആയിക്കോട്ടെ, എൽഡർ സിസ്റ്റർ ആയിക്കോട്ടെ. എന്താ പറയുക, എൽഡർ സിസ്റ്റർ, ഞങ്ങളുടെ സിസ്റ്റർ, ചിലപ്പോൾ സിസ്റ്റേഴ്സ് ബ്രദേഴ്സിന് വേണ്ടി സാക്രിഫൈസ്. നീ പഠിച്ചോ മോനെ, ഞാൻ പഠിക്കുന്നില്ല, ആ കാശ് കൊണ്ട് നീ പഠിക്കുക. അതേ പറയാം വൈസ് വേഴ്സ. അതേമാതിരി അച്ഛൻ, അതേമാതിരി അമ്മ, എല്ലാ ത്യാഗങ്ങളും അനുഭവിച്ച് അച്ഛൻ ഒന്നും മക്കളെ അറിയിക്കാതെ കഷ്ടപ്പെട്ടിട്ട് പഠിപ്പിക്കുന്നു. അതേമാതിരി അമ്മ ഹൗസ് വൈഫ് ആണെങ്കിൽ എത്രയോ ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ചിലർ പറയാം എൻ്റെ അമ്മയാണ് എനിക്ക് റോൾ മോഡൽ, ചിലർ പറയാം അച്ഛനാണ്, ചിലർ ബ്രദർ, സിസ്റ്റർ, ചിലപ്പോൾ അച്ഛനും അമ്മയും മരിച്ചു പോയിണ്ടാവും. അപ്പൊ അനുജത്തിമാരെ നോക്കുന്നത് ബ്രദർ ആയിരിക്കും, അവർ റോൾ മോഡൽ ഉണ്ട്. അപ്പൊ ഞാൻ അതേമാതിരി ഇപ്പൊ ഞാൻ എന്തുകൊണ്ട് അത് പറഞ്ഞത് വെച്ചാൽ, ഇന്നത്തെ ഞാൻ എത്രയോ ഇന്റർവ്യൂ ഒക്കെ നടക്കുന്ന സമയത്ത് പലപ്പോഴും ചോദിക്കുന്നത് ഹൂ ഈസ് റോൾ മോഡൽ ചോദിച്ചാൽ മേപ്പിട്ട് നോക്കുകയാണ് എന്താ സാർ റോൾ മോഡൽ എന്ന്. മനസ്സിലായില്ലേ? ബാക്കി നിങ്ങൾ ആലോചിച്ചാൽ മതി എന്താണ്. നമ്മുടെ മുമ്പില് അഡ്മിനിസ്ട്രേഷൻ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, നമുക്ക് ഇന്ന ആളെമാതിരി ആവണം, ഇതേമാതിരി ചെയ്യണം എന്ന്. കാരണം ഇതൊക്കെ നമുക്ക് ഒരു നല്ല വഴിത്തിരിവ് നടക്കും. അതായത് ചെയ്യും. ഇപ്പൊ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. എന്തോ ആയിക്കോട്ടെ, നമ്മൾ ഒരു ഇതല്ല നമ്മൾ സംസാരിക്കുന്നത്. വെൻ TN ശേഷൻ വാസ് ദ ഇലക്ഷൻ കമ്മീഷണർ,
ഹോം സെക്രട്ടറി, പേര് ഞാൻ പറയുന്നില്ല, അറ്റ് ദ ടൈം ഒരു എവിടെ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യണമായിരുന്നു. ഞാൻ ഇന്നത്തെ ഇലക്ഷനെ പറ്റിയൊന്നുമില്ല ഞാൻ പറയുന്നത്, ഓരോ പാർട്ടിയെ പറ്റിയിട്ടല്ല പറയുന്നത്. എന്താ ബ്യൂറോക്രാറ്റ്, എന്താണ് യഥാർത്ഥ അഡ്മിനിസ്ട്രേറ്റർ നോക്കിക്കോളൂ. സാധാരണ ഒരു ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ എന്താ ചെയ്യറിയോ, ഇതാണ് ട്രാൻസ്പെറൻസി. ഇതാ ഈ ഞാൻ പറയുന്ന സബ്ജക്റ്റിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ, അക്കൗണ്ടബിലിറ്റിയും ട്രാൻസ്പെറൻസി പറ്റി പറയുന്നത്. സാധാരണ ഒരു ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഹോം സെക്രട്ടറി, കേൾക്കണം, ഹോം സെക്രട്ടറി വിൽ സമ്മൺ election commissioner to his office and they will finalize the date, എത്ര പോലീസ് ഫോഴ്സ് വേണം, ട്രബിൾഡ് ഏരിയ ഏതാണ്, ഇതൊക്കെ തീരുമാനിച്ചിട്ടാണ് പിന്നെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഓരോരോ ഡേറ്റ് ഓരോ സ്റ്റേറ്റിൽ എങ്ങനെയൊക്കെയാണെന്ന്. കാരണം ചിലയിടത്തൊക്കെ 3, 4, 5 ദിവസമൊക്കെ വേണം. കാരണം ഹിൽ ഏരിയയൊക്കെ പലതുകൊണ്ടും വെഹിക്കിളും പോലീസ് പെട്രോളൊക്കെ വേണ്ടേ, അല്ല സോറി പാരാമിലിറ്ററി ഫോഴ്സ് ഒക്കെ വേണ്ടേ ഇതിനൊക്കെ, ട്രബിൾഡ് ഏരിയാസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ടി.എൻ. ശേഷൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, ഇനി പറയുന്നത് ശ്രദ്ധിക്കണം കേട്ടോ, ടി.എൻ. ശേഷൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇയാൾക്ക് എവിടെ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ടെലിഫോൺ കോൾ വന്നു ഫ്രം ഹോം സെക്രട്ടറി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. സോ മിസ്റ്റർ ശേഷൻ, യെസ്, ടുഡേ after 5 o'clock, there is a meeting in my cabin, to discuss about the forthcoming election. So be present. You are requested to attend that meeting. The Home Secretary told Election Commissioner. And Election Commissioner gave the answer, who are you? You are a, you are a simple, civil servant. I am a constitutionally appointed person. So you come here if you want. You are a civil servant. I am constitutionally appointed by the President of India as per the Constitution. And the Chief Election Commission I am having that much power. You should come here. See, till that time nobody was having the guts to tell. Ameri, one no. ഓക്കെ, ബാക്കി ഞാൻ പറയുന്നില്ല. അടുത്തത് അയാൾ നടപ്പാക്കിയത്, ഇന്ന് നിങ്ങൾ കാണുന്ന മുഴുവൻ അയാൾ നടപ്പിലാക്കിയതാണ്. വോട്ടേഴ്സ് കാർഡ്, ഐഡന്റിറ്റി കാർഡ്. പണ്ട് കുറച്ച് വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും എല്ലാം ഓരോരോ സ്ഥലത്ത് മറ്റുള്ള റൂളിംഗ് പാർട്ടി റബ്ബർ സ്റ്റാമ്പ് അടിച്ചിട്ടൊക്കെ ബൂത്ത് ക്യാപ്ചറിങ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്ത്. സ്റ്റേറ്റിന്റെ കാര്യം പേരൊന്നും ഞാൻ പറയുന്നില്ല. ഇയാൾ വന്നതിന് ശേഷം ഇലക്ഷൻ ഐഡന്റിറ്റി കാർഡ് ഇഷ്യൂ തുടങ്ങി. ഐഡന്റിറ്റി കാർഡ്, പിന്നെ ഇലക്ഷൻ വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡ് ഉണ്ടല്ലോ അത്. അപ്പൊ ആ സമയത്ത് ചിലർ പറഞ്ഞു ഫോട്ടോ എടുക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് ക്യാമറ ഫേസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ചില സ്ത്രീകൾ. പിന്നെ പറഞ്ഞു വളരെ വളരെ ജെന്റിൽ വേ, ഓക്കെ ഫേസ് ചെയ്യണ്ട, സോറി നിങ്ങൾ ക്യാമറ ഫേസ് ചെയ്യണ്ട, വോട്ട് ഐഡന്റിറ്റി കാർഡ് കൊടുക്കണ്ട, നിങ്ങൾ വോട്ടും ചെയ്യണ്ട, നിങ്ങളെ ഇന്ത്യൻ സിറ്റിസൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ഇന്ത്യൻ സിറ്റിസൺ ആണെന്നെങ്കിൽ നിങ്ങൾക്ക് ഭരണഘടന പ്രകാരം വോട്ട് അധികാരമുണ്ട്. വോട്ടിന് എന്ത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് ഞങ്ങളാണ്. അതുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ ക്യാമറ ഫേസ് ചെയ്യാൻ വയ്യേ, ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കാൻ വയ്യേ, എങ്ങനെയാ നിങ്ങൾ പാസ്പോർട്ട് എടുക്കണം, നിങ്ങൾ എങ്ങനെ റേഷൻ കാർഡ് ഉണ്ടാക്കണം, ഫോട്ടോ എടുക്കുന്നില്ലേ? റേഷൻ കാർഡിന് ഫോട്ടോ ആവാം, പാസ്പോർട്ടിന് ഫോട്ടോ ആവാം, ഇതിന് പാടില്ല. ഇല്ലെങ്കിൽ വോട്ട് ചെയ്യണ്ട. എന്താ വന്ന പിന്നീട്? ഇന്ന് എല്ലാവരും വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡ് ഇല്ലാണ്ട് ഇലക്ഷൻ ചെയ്യാൻ പറ്റുമോ? അതൊക്കെ അദ്ദേഹം നടപ്പിലാക്കിയതാണ്, ഓർക്കുക. അപ്പോ അങ്ങനെ പലതും ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. അത്ര വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു അദ്ദേഹം. ഇതാള് റീസെന്റ് നമ്മുടെ കോർട്ട് പോലും പറഞ്ഞു, വി ആർ മിസ്സിംഗ് സച്ച് പേഴ്സണാലിറ്റീസ്. അവസാനം ഇയാളുടെ നല്ല വർക്ക് കണ്ടിട്ട് വളരെ അപ്രീസിയേഷൻ വന്നു അയാളുടെ വർക്ക്. കാരണം ഡെമോക്രസി ഫ്ലറിഷ് ചെയ്യണം വെച്ചാൽ ഇതേമാതിരി വേണം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അത് കഴിഞ്ഞ് ഒരു ബൂത്ത് ക്യാപ്ചറിങ് നടക്കില്ല അയാളുടെ അടുത്ത്. അപ്പോൾ ഇലക്ഷൻ പോസ്റ്റ്പോൺ ചെയ്യുള്ളത്. എപ്പോഴെങ്കിലും റിപ്പോർട്ട് ചെയ്ത പണിഷ്മെന്റ്, അതേമാതിരി പൈസ കൊടുത്ത് വോട്ട് വാങ്ങിയ പണിഷ്മെന്റ്, ജയിലിൽ അയക്കുകയുള്ളത്. അങ്ങനെ ഉണ്ടായത്. അങ്ങനെ ഒരാള് ഇതെല്ലാം കഴിഞ്ഞിട്ട് അയാളോട് ചോദിച്ചു, പിന്നെ പീരീഡ് കഴിഞ്ഞ് ബാക്കിയുള്ള കുറെ കഥയുണ്ട്. ഞാൻ അയാളെ റൂളിംഗ് പാർട്ടി ഇഷ്ടപ്പെട്ടില്ല, അയാളെ ഇംപീച്ച് ചെയ്യാനൊക്കെ നോക്കിയൊന്നും സാധിച്ചില്ല. ആളുകൾ സപ്പോർട്ട് ചെയ്യില്ല. കാരണം അയാളെ വളരെ എഫിഷ്യന്റ് ആയിരുന്നു. അയാളെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചു. സുപ്രീം കോടതി പോയപ്പോ നിങ്ങൾ അറിയണം നിയമം എന്താണെന്ന്.
നോക്കൂ, ഞാൻ പഠിപ്പിക്കുന്നത് RTI, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, സ്റ്റാറ്റ്യൂട്ടറി ആക്ട്. എന്താ നിയമത്തിന്റെ പ്രത്യേകത? ഞാൻ എന്താ പറയുന്നത് നിങ്ങളോട്? നിയമം പാലിക്കാനുള്ളതാണ്, അല്ലാണ്ട് പുസ്തകത്തിൽ എഴുതിയിട്ട് മാത്രമല്ല. എന്ത് ചെയ്തു? ഇയാളെ മാറ്റാൻ വേണ്ടി സുപ്രീം കോടതി കേസ് കൊടുത്തു. അതായത് പിന്നെ അയാളുടെ കൈ വെട്ടാൻ വേണ്ടി 2 ഇലക്ഷൻ കമ്മീഷണർ, ഇയാള് ചീഫാണ്, ഇലക്ഷൻ കമ്മീഷണർ അപ്പോയിന്റ് ചെയ്തു, ഇയാളുടെ പവർ കമ്മിയാക്കാൻ വേണ്ടിയിട്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ പിന്നെ മെജോറിറ്റി, അതായത് ഇപ്പൊ 3 ആളില് 2 ആളെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ അതിന്റെ അർത്ഥം ഇയാളുടെ കൈ മുറിക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടാണ് ഉണ്ടായിരുന്നത്. ഇയാള് ആർബിട്രലി അല്ലെങ്കിൽ ഇയാൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡിസിഷൻ എടുക്കരുത് എന്നുള്ള പറഞ്ഞിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്തു? വെളുക്കാൻ തേച്ചത് ഫണ്ടായി എന്ന് പറഞ്ഞിട്ട് 2 ഇലക്ഷൻ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തു. 2 ഇലക്ഷൻ കമ്മീഷണർ, ഇയാള് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. അവസാനം എന്ത് ചെയ്തു? അയാളൊന്നും വേണ്ടിയില്ല, ഒരക്ഷരം വേണ്ടിയില്ല. ദാ അവസാനം കണ്ടോളൂ, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അതായത് ഇയാളെ റിമൂവ് ചെയ്യാൻ വേണ്ടി കോടതിയിൽ എന്തോ, സുപ്രീം കോടതിയിൽ എന്തോ, കാരണം ഇയാള് ഗവൺമെന്റ് പറഞ്ഞൊന്നും കേൾക്കില്ല. അയാളുടെ പ്രകാരം, നിയമപ്രകാരം ആ ഭരണഘടനയിൽ എന്ത് പറഞ്ഞു അത് ചെയ്യൂ. ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആര് പറഞ്ഞാൽ കേൾക്കില്ല. അതിൽ എന്താണ് അതെന്നെ ചെയ്യൂ. അപ്പോ ഇയാളെ നീക്കം ചെയ്യാൻ വേണ്ടി അവസാനം സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി പോയപ്പോ സുപ്രീം കോടതി ചോദിച്ചു, കണ്ടോളൂ നിയമം, ഇതാണ് നിയമം. ഇതിൽ ഞാൻ നിർത്തിയേ, ബാക്കി ഞാൻ പറയുന്നില്ല. എന്താണ് നിയമം നോക്കോളൂ. സുപ്രീം കോടതി പറഞ്ഞു, മിസ്റ്റർ ശേഷൻ, യു ആർ ഹാവിങ് ഈക്വൽ പവർ. 3 ഇലക്ഷൻ കമ്മീഷണർ ഈക്വൽ പവറാണ്. അതുകൊണ്ട് 3 പേരും പ്രസിഡന്റാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. സോ യു ഹാഡ് ടു, വാട്ട് എവർ അതേഴ്സ് ആർ ടെല്ലിങ്, യു ഹാവ് ടു ഹിയർ ഇറ്റ് ആൻഡ് യു ഹാവ് ടു ഡു അക്കോർഡിംഗ്ലി, ഇൻഡിപെൻഡന്റ്ലി യു ഷുഡ് നോട്ട് ഡു ഇറ്റ് എന്ന് സുപ്രീം കോടതി പറഞ്ഞു. എന്താ ഉത്തരം കൊടുത്തറിയോ അയാളെ? സർ, മൈ ലോർഡ്, ജഡ്ജിനോട്, kindly read article so and so, subsection so and so of the Indian Constitution. There shall be a chief election commissioner, who will be responsible for conducting election to the post of President of India, Vice President, Lok Sabha, Rajya Sabha, Legislative Assembly, Legislative Council, etc. There shall be a chief election commissioner. I am the chief election commissioner appointed by the President of India. Chief. കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടില്ല ഇലക്ഷൻ കമ്മീഷണറെ പറ്റിയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ. പക്ഷെ അപ്പോയിന്റ് ചെയ്തു. പക്ഷേ പവർ എനിക്കാണ്, ഞാനാണ് തീരുമാനം എടുക്കേണ്ടത്. തീർന്നില്ലേ പരിപാടി? മനസ്സിലായോ എന്താ നിയമം? അപ്പോ ഇത്തരത്തിലും ആളുകൾ ഉണ്ടായിരുന്നു, മനസ്സിലായോ? അന്ന് അയാളുടെ പീരിയഡ് കഴിയുന്നത് വരെ അനങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതാണ് ചില ബ്യൂറോക്രാറ്റെ പറഞ്ഞ, ബ്യൂറോക്രസി അല്ല, നിയമം പാലിച്ച് സത്യസന്ധോടെ. ഇപ്പൊ ഞാൻ വേറെ കേട്ടെ, മലയാളികൾ ഉണ്ടെങ്കിൽ മലയാളിയോട് ഒരു കാര്യം കൂടി പറയട്ടെ. എത്രയോ ജഡ്ജസ് നമുക്കുണ്ടല്ലോ, എത്രയോ ഇന്ത്യയിലും ഹൈക്കോടതിലൊക്കെ 44 എത്രയുണ്ട്, 34 സുപ്രീം കോടതിയിലും ഉണ്ട്, 33 ഉണ്ട്, 33+1 ചീഫ് ജസ്റ്റിസ്, ടോട്ടൽ 34 ഇല്ലേ? ഇവരൊക്കെ ഇല്ലേ? നമ്മുടെ എല്ലാവരും ഉണ്ട്. എന്തുകൊണ്ട് കുറച്ചു പേരെ മാത്രം നമ്മൾ ഓർമ്മിക്കുന്നു? ഇപ്പൊ കേരളത്തിലെ VR കൃഷ്ണയ്യർ, എന്തുകൊണ്ട് അയാളെ റെസ്പെക്ട് ചെയ്യുന്നു? എല്ലാ പാർട്ടിക്കാരും അയാളുടെ അടുത്ത് പോയിട്ട് ഒപ്പീനിയൻ ചോദിച്ചിരുന്നു. എല്ലാവരെയും അയാളെ ഈക്വലായി ട്രീറ്റ് ചെയ്തിരുന്നു. എല്ലാവരെയും അയാളെ ഒരു റോൾ മോഡലായിരുന്നു. ഇമ്പാർഷ്യൽ വേ അയാളെ ഓരോന്ന് എല്ലാവർക്കും പറഞ്ഞു മനസ്സിലാക്കിയായിരുന്നു. എന്തുകൊണ്ട്? അവിടെ ഇതാണ്. അത് മാത്രമല്ല, നമ്മുടെ LLB, LLM കുട്ടികൾ, അഡ്വക്കേറ്റ്സ് ഒക്കെ പഠിക്കുന്നത് നമ്മുടെ കേസ് സ്റ്റഡി അയാളുടെ ഓരോരോ കോർട്ട് ജഡ്ജ്മെന്റ് ആണ്. കേരള ഹൈക്കോടതി ജഡ്ജ്മെന്റും സുപ്രീം കോടതി ജഡ്ജ്മെന്റുമാണ്. ബാക്കി ഞാൻ പറയുന്നില്ല. അയാളുടെ ഓരോരോ പ്രവർത്തനം ജഡ്ജായിരിക്കുന്ന സമയത്തുള്ള പ്രോ വർക്കർ ഓരോരോ ജഡ്ജ്മെന്റ്. അതുകൊണ്ട് ചിലവരെ നമ്മളൊന്നും എല്ലാം ഓർക്കുക. അപ്പൊ ഗവേണൻസ്, അക്കൗണ്ടബിലിറ്റി, റൂൾസ് ഓഫ് ലോ, അതാണ് ഞാൻ ഇപ്പൊ ഇതുവരെ പറഞ്ഞത്. ട്രാൻസ്പെറൻസി വേണം. സോ ടുവേർഡ്സ് ട്രാൻസ്പെറന്റ് എഫിഷ്യന്റ് ഗവേണൻസ് ഞാൻ കൂടുതൽ പറയുന്നില്ല. സിറ്റിസൺ, അപ്പൊ ഇതിലെ ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ വേണം. ഭരണത്തിൽ ജനങ്ങളുടെ അതാണല്ലോ നമ്മുടെ പഞ്ചായത്ത് രാജ് സിസ്റ്റം. പക്ഷെ നമ്മുടെ പഞ്ചായത്ത് രാജിൽ എഫക്റ്റീവ് ആളുകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണേ. അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിയും ഇതൊക്കെ ഉള്ളൂ. ചില സമയത്ത് വേണ്ടവിടത്ത് എത്തില്ല.
ഇപ്പൊ തന്നെ ഞാൻ കണ്ടു, മാർച്ച് ഡിസംബർ 31 വരെ ഇവ 50% പോലും ഫണ്ട് യൂട്ടിലൈസ് ചെയ്തില്ല പല ഡിസ്ട്രിക്ട്. ഇനി എന്താ ചെയ്യാന്ന് ഞാൻ പറയുന്നില്ല, എന്താ ചെയ്യാന്ന്. അവര് ഫണ്ട് യൂട്ടിലൈസ് ചെയ്യും 31 മാർച്ച് വരെ. അപ്പോ സിറ്റിസന്റെ ഡിമാൻഡ് ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ? ട്രാൻസ്പെറൻസി ഉണ്ടോ? അതാണ് അവർ. അപ്പൊ ഫണ്ടമെന്റൽ ടു ഡെമോക്രസി, ഇതൊക്കെ നമ്മുടെ ഡെമോക്രസിയിലെ ഘടകമാണ്. ഇറ്റ് ഈസ് എൻ എസെൻഷ്യൽ വേ ഇൻ വിച്ച് സിറ്റിസൺ കോൺട്രിബ്യൂട്ട്. അപ്പൊ ആളുകൾ വളരെയധികം ഭരണത്തിൽ ആളുകളുടെ കൺട്രിബ്യൂഷൻ. അതാണ് നമ്മുടെ പഞ്ചായത്ത് രാജില്, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, അങ്ങനെയൊക്കെ മുനിസിപ്പൽ കോർപ്പറേഷൻ, ഇതൊക്കെ വരുന്നത്. അപ്പൊ സിവിൽ, പബ്ലിക് ആൻഡ് കോർപ്പറേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. സോ ഗ്രേറ്റർ പാർട്ടിസിപ്പേഷൻ എല്ലായിലും നമ്മുടെ ജനങ്ങൾ, ഇപ്പൊ നമ്മുടെ അസംബ്ലി, ലെജിസ്ലേറ്റീവ് അസംബ്ലി, ലെജിസ്ലേറ്റീവ് കൗൺസിൽ, പാർലമെന്റ്, ലോകസഭ, രാജ്യസഭ, എല്ലാം പാർട്ടിസിപ്പേഷൻ അല്ലേ ജനങ്ങളുടെ. അതെല്ലാം ഭരണത്തിന് വേണ്ടിയിട്ട് അവിടെയല്ലേ നിയമങ്ങൾ പാസ്സാക്കുന്നത്. സോ ഫർദർ ഇറ്റ് ആൾസോ ഹെൽപ്സ് ടു എൻഷുർ ദാറ്റ് പൊളിറ്റിക്കൽ ഡിസിഷൻസ് ആർ അഡാപ്റ്റഡ് ടു ദി നീഡ്സ് ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ റെസൊല്യൂഷൻസ് ഒക്കെ. മനസ്സിലായോ? ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ നമ്മുടെ ഭരണം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ലാണ്ട് അവരുടെ പോക്കറ്റ് നിറയ്ക്കാനല്ല. മനസ്സിലായില്ലേ? But it also helps to ensure that political decisions are adapted to the need. Political decisions ജനങ്ങളുടെ ആവശ്യം നിറവേറ്റാതിരിക്കണം. ഇനി നിങ്ങൾ ചോദിച്ചോളൂ, ആണോ ചോദ്യം? അത് നിങ്ങൾ തീരുമാനിക്കൂ. ഓക്കെ. സിറ്റിസൺ ഒറ്റയടിക്ക് 50 രൂപ എന്നത്. അതേമാതിരി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഹോട്ടലില്, ഞാൻ കുറ്റമല്ല പറയുന്നത്, എല്ലാവരും എഫക്ട് ചെയ്യുന്ന ഒരു ഹോട്ടലിൽ പോയിട്ട് ഷാപ്പിട്ട് കഴിക്കാൻ നിർത്തിയില്ല. പാവങ്ങൾക്ക് 1,250 സംതിങ് ഒരു സിലിണ്ടറിന്. എന്താ അവർക്ക് ചെയ്യുക? അവർക്ക് വാടക കൊടുക്കണം, എംപ്ലോയീസിന് ശമ്പളം കൊടുക്കണം, മറ്റേ വെജിറ്റബിൾ ആയിക്കോട്ടെ വേറെ പർച്ചേസ് ചെയ്യണം, ഇലക്ട്രിസിറ്റി ചാർജ് വേണം, വാട്ടർ ചാർജ് വേണം. എന്ത് ബെനിഫിറ്റ് അവർക്ക് ഉണ്ടാവുക? അതുകൊണ്ട് എത്ര കടകളാണ് അടച്ചിടണമെന്ന് ആലോചിച്ച് നോക്കൂ. അതിന്റെ ഇടയിലാണ് ഇത് കൂനുമേ ഗുരുമാരി വാട്ടർ ചാർജ് കൂട്ടി, ഇലക്ട്രിസിറ്റി ചാർജും കൂട്ടി, ശരിയുമല്ല. അതിന്റെ പുറമെ യുദ്ധം, ഗ്യാസ്, ഇനി അടുത്ത് പെട്രോൾ ഉണ്ടാവും പല. കാരണം ഇനിയിപ്പോൾ അടുത്ത ഇലക്ഷൻ ഒന്നുമില്ല. മനസ്സിലല്ലേ? അപ്പൊ അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയാണോ, ആർക്ക് വേണ്ടിയാണ് എന്നും കൂടി ഓർക്കണം. ഇത് നമുക്ക് സന്തോഷമാണ്. എന്താ അറിയോ? ജനങ്ങളുടെ ഡെവലപ്മെന്റിന് വേണ്ടി ഇതെല്ലാം യൂട്ടിലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്തത്, അല്ലെങ്കിൽ KSRTC എംപ്ലോയീസിന് ശമ്പളം കൊടുക്കാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്തത്. ബാക്കി ഞാൻ പറയുന്നില്ല. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കിട്ടുന്ന പൈസ, റവന്യൂ, ഡെവലപ്മെന്റൽ പർപ്പസിനും വെൽഫെയറിനും, ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യണം. ഈവൻ 1,600 രൂപ കൊടുക്കുന്നത് പോലും ഇതുവരെ, ഡിസംബറിലത്തെ ഇതുവരെ പകുതി ആൾക്ക് കൊടുത്തിട്ടില്ല. 1,600 രൂപ. അതിലെ HIV AIDS-ന്റെ ഉണ്ട് 1000 രൂപ. അനവധി ഇതുണ്ട്, TB പേഷ്യന്റ്, ക്യാൻസർ പേഷ്യൻസ്, അവർക്കൊക്കെ കിട്ടേണ്ടതാണ്. അതുപോലും കൊടുത്തിട്ടില്ല. ഞാൻ ആരും കുറ്റം പറയല്ലേ, കാരണം ഞാൻ പത്രങ്ങളൊക്കെ വായിക്കുന്ന ഒരാളാണ്. ഞാൻ ഈ സൈഡുമില്ല ഈ സൈഡുമില്ല, ജനങ്ങളുടെ വിഷമങ്ങളാണ് ഞാൻ പറയുന്നത്, അല്ലാണ്ട് ആരും നമ്മൾ കുറ്റം പറയുകയല്ല. സോ ക്വാണ്ടിറ്റി ഓഫ് ഇൻഫർമേഷൻ ഷെയർഡ്, ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കും. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? ഗവൺമെന്റ് ഷുഡ് ബി റെസ്പോൺസിബിൾ. അവരുടെ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയായിരിക്കണം, ജനങ്ങളുടേത് ആവശ്യം നിറവേറ്റാൻ വേണ്ടിയായിരിക്കണം. അപ്പൊ അല്ലാണ്ട് അവരുടേത് എന്താ പറയണ്ട, ഓരോ കാര്യം ചെയ്യുന്നത് മാതിരി അവർക്ക് ഇഷ്ടപ്പെട്ട ഇത്. ഉദാഹരണം പറയാം. ഇപ്പൊ ഇവിടെ കണ്ടു 1,00,000 ആള് ഇത് വന്നിട്ടുണ്ടെന്ന് പദ്ധതി ഇവിടെ ഇൻ കേരള. എവിടെ? തട്ടുകട. അതേമാതിരി ഒരാള് 2 ആള് ഒരു സ്ഥാപനത്തില്. അപ്പൊ ഇത് എന്താ ചായക്കട? അതാണോ സ്ഥാപനം, ഇൻഡസ്ട്രി? അപ്പൊ എന്താണ് പറയുന്നത്? എന്താ നിങ്ങൾ ജനങ്ങൾ അത് മിസ്ഗൈഡ് ചെയ്യണോ? എന്താണ് ടോട്ടൽ എംപ്ലോയ്മെന്റ് 2,00,000 പോലും ഇല്ല. അതിന്റെ അർത്ഥം 1,00,000 ഇൻഡസ്ട്രി, 2,00,000 എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ 2 ആളോ? എന്താ അതിന്റെ അർത്ഥം? ഇത് എംപ്ലോയ്മെന്റ് ആണത്. സോ ദസ് ഇൻഫർമേഷൻ, അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ പ്രോപ്പർ ആയിരിക്കണം. ആളുകളെ മിസ്ഗൈഡ് ചെയ്യാൻ ചെയ്യരുത് ആരും. ഞാൻ ഇമ്പാർഷ്യലാണ് ഞാൻ പറയുന്നത്. This information and knowledge are the basis of democracy and instruments of transformation. അങ്ങനെ നമ്മൾ ചെയ്താലേ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവൂ. People's acquaintance with the information and basis for decision making. അതായത് അതേ പ്രകാരം നോൺ ഫോർ ട്രാൻസ്പെറൻസി, അതെല്ലാം ഞാൻ പറയുന്നതാണ്. അക്കൗണ്ടബിലിറ്റി വേണം. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ അക്കൗണ്ടബിൾ ആവണം.
കലക്ടർ, റവന്യൂ കളക്ഷന് കലക്ടറാണ് റെസ്പോൺസിബിലിറ്റി, തഹസിൽദാരുടെ റെസ്പോൺസിബിലിറ്റി, വില്ലേജ് ഓഫീസർ റെസ്പോൺസിബിലിറ്റി, ഒരു പോസ്റ്റ്മാന്റെ റെസ്പോൺസിബിലിറ്റി. അയ്യോ എനിക്ക് കത്തൊന്നും കൊടുക്കാൻ വയ്യ കൊണ്ടിട്ട് കനാലിൽ കൊണ്ടിട്ടല്ലോ, അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നമ്മുടെ സിനിമയിലും കാണത്. എനിക്ക് ഇതൊന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി അവര് ആദ്യം ചില ഉത്തരവാദിത്യം, അതാണ് നമുക്ക് വേണ്ടത്. ഇമ്പോർട്ടൻസ് ഓഫ് ദ റൈറ്റ് ഇൻഫർമേഷൻ ഹാസ് ബീൻ റെക്കഗ്നൈസ്ഡ്. So essential requirements of good governance പറഞ്ഞു, efficiency, transparency, promoting accountability, administration, facilitate active participation. ഇതൊക്കെ ലോകത്തിലാകമാനം ഇത് അത്യാവശ്യമാണ്. നോക്കൂ, വേൾഡ് ഓവർ ദ RTI laws have gained. ഇപ്പോ RTI നിൽക്കുള്ളൂ. എന്താ പറയണ്ടേ, തുർക്കിയിലെ നമ്മുടെ ഭൂമികുലുക്കം ഉണ്ടായി. അവിടെ ആവശ്യമുള്ളവർക്ക് സാധനങ്ങളൊക്കെ കണ്ടമാനം ഓരോരോ ലോകരാജ്യം, നമ്മുടെ ഇന്ത്യ അതേ കണ്ടമാനം നമ്മൾ സഹായം ചെയ്തിട്ടുണ്ട്. നമ്മുടെ മോഡിജി പ്രധാനമന്ത്രി എല്ലാം വളരെ നല്ല ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷേ കിട്ടേണ്ട ആൾക്ക് എത്തിയിട്ടില്ല. അവിടെ സാധനം അവിടെ പോയിട്ടുണ്ട്. ഈ സാധനം എവിടെ പോയി എന്നറിയില്ല. അഫക്റ്റഡ് പേഴ്സൺസിന് പലർക്കും കിട്ടിയില്ല എന്ന് പത്രത്തിലുണ്ടായിരുന്നു, എനിക്കറിയില്ല. സോ ക്രിട്ടിക്കൽ ടൂൾസ് ഓഫ് കമ്പാറ്റ് കറപ്ഷൻ, അത് അങ്ങനെയാണ്. നമ്മുടെ ഫ്ലഡ് ടൈമിൽ ഇവിടെ ഉണ്ടായത് അങ്ങനെ തന്നെയാണ് കേട്ടോ. രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഇവിടെ നിന്നെല്ലാം വീറ്റ്, അത് ഇത് പച്ചക്കറി ട്രക്ക് കണക്കിലാണ് നമ്മുടെ ഇവിടെ വന്നിരുന്നത്. ഇത് എവിടെ പോയി ആർക്ക് കൊടുത്തു എന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. അതായത് ഞങ്ങൾക്ക് ആലുവയിലെ എൻ്റെ ഒരു ഫ്രണ്ട് പറയണ്ടായി, എൻ്റെ സാറേ ഇവിടെ വന്ന് ട്രക്ക് വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടത് അങ്ങോട്ട് പിന്നെ തന്നു. ഇവിടെ ഓരോരുത്തർക്കും തന്നു. ഇവിടെ ഞാനുണ്ട്. ഇവിടെ ഞാൻ ആരെയും കണ്ടില്ല, ഒരു ട്രക്കിനെയും കണ്ടില്ല, ഒരു സാധനം ഞാൻ കണ്ടില്ല. ഇതൊക്കെ നമ്മുടെ ഫ്ലഡിന് വേണ്ടി കൊണ്ടുവന്നതാണ്. ഇത് എവിടെ പോയി? പക്ഷേ ദൈവസഹായം കൊണ്ട് കണ്ടമാനം സ്റ്റേറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്തു. ഇനി ചോദ്യം, whether it has reached the needy persons? Question mark. നിങ്ങളെ തിരികരുതേ ഞാൻ പറയുന്നത് കേട്ടോ. ഇതിൽ കുറെ പറയാണ്ട്, പക്ഷെ ഞാൻ പറയുന്നില്ല. വെദർ ഇറ്റ് ഹസ് റീച്ച്ഡ്. അപ്പൊ ഞാൻ തളർന്ന ആ ഭൂകമ്പത്തിൽ കുറെ വീടുകൾ പോയി, ആ വീട് ഞങ്ങൾ വെച്ചു കൊടുത്തു. ലാൻഡ് സ്ലൈഡിലെ കോട്ടയം കുട്ടിക്കാണ് മറ്റേ അവിടെ അവിടെ വീട് വെച്ചു. എത്രയോ ആളുകള് ഭൂമിയുടെ അടി പോയി, എത്ര വീട് വെച്ചു. അപ്പൊ ഇതാണ് പറഞ്ഞാ പോരാ, പ്രവർത്തിക്കണം. അതാണ് ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി. ഇപ്പൊ മനസ്സിലായോ? ചോദിച്ചാൽ അങ്ങോട്ട് നമ്മളൊരു റൈറ്റ് ഇൻഫർമേഷൻ ചോദിച്ചാൽ അങ്ങോട്ട് പെരുപ്പിച്ചിട്ട് തരും നമുക്ക്. ഞങ്ങൾ അത്ര ചെയ്തു, ലക്ഷം ചെയ്തു. എന്ത് ലക്ഷം? ഇതാണ് ചോദ്യം. ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷെ പറയുന്ന ഫിഗർ ചെയ്തിട്ടുണ്ടോ എന്ന് അത് ശരിയല്ല. കാരണം ചെയ്യുന്നത് മതി. ആരും ചോദിക്കുന്നില്ല നിങ്ങളുടെ എന്തുകൊണ്ട് അങ്ങനെ അതിനുള്ള കാരണങ്ങൾ പറഞ്ഞാൽ പോരാ. അല്ലെങ്കിൽ പൈസയുടെ ബ്ലോക്ക് ആണ്, അല്ലെങ്കിൽ ഷോർട്ടേജ് ആണെന്ന് പറഞ്ഞാൽ പോരാ. പക്ഷെ കൊടുക്കുന്ന ഫിഗർ പ്രോപ്പർ ആയിരിക്കണം. സോ ഇന്ത്യയിലെ ഡെമോക്രസി, ട്രാൻസ്പെറൻസി ലോ ഉണ്ട്. എസ്റ്റാബ്ലിഷ് എ പ്രാക്ടിക്കൽ റെജീം ഓഫ് ദ റൈറ്റ് ഇൻഫർമേഷൻ ഫോർ സിറ്റിസൺ. എല്ലാവർക്കും ഇൻഫർമേഷൻ ഇതിനൊക്കെ അധികാരമുണ്ട് കേട്ടോ. സോ RTI Act has empowered people of meaningfully participate in democracy and hold the government accountable. Government is accountable. മനസ്സിലായോ? ഗവൺമെന്റ് അക്കൗണ്ടബിൾ ആണ്. അപ്പൊ ഇവിടെ തന്നെ കോവിഡിന്റെ ടൈമിൽ മരുന്ന് വാങ്ങിയില്ലെങ്കിൽ മറ്റേ ഇതൊക്കെ വാങ്ങി കുറെ പ്രശ്നങ്ങളിലായിരുന്നു. കാരണം എന്താ വെച്ചാൽ എക്സസ് എമൗണ്ട് കൊടുത്തു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടേ. Now the citizen can raise question, exam and review government decision making. Ordinary citizen ഇന്നലെ കണ്ടോ ഒരു ഡിസിഷൻ, നല്ല തമാശ. നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു ഡിസിഷൻ എടുത്തിരുന്നു. അതായത് 25 വയസ്സ് കഴിഞ്ഞാൽ ആർക്കും ബസ്സിൽ കൺസെഷൻ ഇല്ല. അപ്പൊ ഈ ലോ സ്റ്റുഡന്റ്, റിസർച്ച് സ്റ്റുഡൻസിനും വയസ്സ് എത്രയോ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവര് പഠിക്കില്ലേ? സ്റ്റുഡന്റ് അല്ലേ അവര്? ലോ എല്ലാം അതേമാതിരി നമ്മുടെ റിസർച്ച്, UGC നെറ്റ്, ഇവരൊക്കെ സ്റ്റുഡന്റ് ഇതിൽ തന്നെ ഓരോ സ്ഥലത്ത് പഠിക്കുന്ന MBA മറ്റേതൊക്കെ പലതും. അത് 25 വയസ്സെല്ലാം തീരുവോ? അപ്പൊ അവർക്ക് കൺസെഷൻ കൊടുക്കേണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛനും അമ്മയ്ക്കും എന്താണ് ഇൻകം നോക്കിയിട്ട് ബസ്സിൽ കൺസെഷൻ കൊടുക്കുന്നത്. അതിന്റെ പുറമെ BPL കാർഡ് ഉണ്ടെങ്കിൽ അത് എക്സംപ്റ്റഡ്. എന്ത് കഷ്ടം എന്ന് വെച്ചാൽ. അപ്പൊ നമ്മുടെ ഈ ബസ്സിൽ കയറുന്ന വെച്ചാൽ BPL കാർഡ്, ഐഡന്റിറ്റി കാർഡ്, നമ്മുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, ഇതൊക്കെ വീട്ടിൽ ഒരു 10 പൈസ കൺസെഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് ആലോചിച്ചു. എന്നിട്ട് നമ്മുടെ ലോ ഒക്കെ പഠിക്കുന്ന സമയത്ത്, നമ്മുടെ LLM ഒക്കെ പഠിക്കുന്ന അവർ സ്റ്റുഡന്റ് അല്ലേ? റിസർച്ച് ഇറ്റ് വിൽ ടേക്ക് 5 to 6 years PhD.
5-6 കൊല്ലം പിടിക്കില്ലേ? അപ്പൊ അവർ സ്റ്റുഡന്റ് എന്നല്ലേ? ഒരു മിനിറ്റ്, ഇനി ചോദ്യം നിങ്ങളോട്. ഇത്തരത്തില് നമ്മുടെ 2% ഉള്ളൂ നമ്മുടെ റിസർച്ച് സ്കോളേഴ്സ്. ഇന്ത്യ ഈസ് വെരി വെരി ബാക്കിലാണ് നമ്മുടെ റിസർച്ച്. അവരെ നമ്മള് ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ സയൻസ് എസ്റ്റാബ്ലിഷ്മെന്റിലൊക്കെ ആരാ പിന്നെ ഉണ്ടാവുക? അസിസ്റ്റന്റ് പ്രൊഫസർ ആവണച്ച PhD വേണം. അപ്പൊ ഒരു കോളേജില്, ഏത് കോളേജിലും അസിസ്റ്റന്റ് പ്രൊഫസർ ഉണ്ടാവില്ല ഈ റിസർച്ച് PhD ഇല്ലെങ്കിൽ UGC ഗൈഡ് ലൈൻ. മനസ്സിലായി? അപ്പൊ ഈ ഡിസിഷൻ എടുക്കുമ്പോഴേ കണ്ണും ചീമ്പിയിട്ട് നമ്മുടെ ഒരു റൂമിന്റെ ഉള്ളിൽ എയർ കണ്ടീഷൻ റൂമിൽ ഇരുന്നിട്ട് ലോകത്തിൽ പുറമെ എന്താണ് സംഭവിക്കണമെന്ന് നോക്കാതെ ഡിസിഷൻ എടുത്താൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ഓക്കെ, കുറ്റങ്ങളല്ലേ പറയുന്നത്? ഞാൻ പറയുന്നത് നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അർത്ഥം വേണ്ട എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന സമയത്ത്. സോ അക്കൗണ്ടബിൾ ടു എ സ്റ്റഡി, ദ ജനറൽ പെർസെപ്ഷൻ ഓഫ് പീപ്പിൾ ഈസ് ദാറ്റ് ഇൻഫർമേഷൻ ആക്ച്വലി ഹെൽപ്ഡ് 77% ഓഫ് ദി ഇൻഡിവിജ്വൽ. ഓക്കെ, അങ്ങനെ പല കാര്യത്തിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പല കേസ് ഈ റൈറ്റ് ഇൻഫർമേഷൻ ഉണ്ടാവുകയാണ്. പലത് FIR ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പോലീസ് പല കേസിലും. ഈ റൈറ്റ് ഇൻഫർമേഷൻ പ്രകാരം പോലീസ് സ്റ്റേഷൻ കൊടുത്തപ്പോഴാണ് പിന്നെ FIR ലോഡ് ചെയ്യുന്നത്. മനസ്സിലായോ? ഈവൻ പാമ്പിനെ കൊണ്ട് കൊത്തിച്ചൊരു പെൺകുട്ടി മരിച്ചിട്ട് പോലും FIR ലോഡ് ചെയ്തിട്ടുണ്ടായല്ലോ. ഒന്ന് ആലോചിച്ചു. പാമ്പിനെ കൊണ്ട് ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാർ എന്ന് വെച്ചാൽ അത് FIR ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ജനങ്ങൾ ഇന്റർഫിയർ ചെയ്യേണ്ടി വന്നു. അങ്ങനെ പലതും കേസസ്. മനസ്സിലായി? അങ്ങനെ ത്രൂ ഔട്ട് ദ കൺട്രി ഇറ്റ് ഈസ് ഹാപ്പനിങ്. ഓക്കെ, അപ്പൊ ഞാൻ ഇതൊക്കെ പറയുന്നതിനറിയോ, നമ്മുടെ ഈ ആക്ടിന്റെ പ്രത്യേകതയാണ് പറയുന്നത്. ഈ ഇൻഫർമേഷൻ നമുക്ക് തരുന്നുണ്ടല്ലേ നമ്മൾ കോടതിയിലൊക്കെ പോണത്. ഓക്കെ, സോ and also find out so and so. I am for the 26% thought that it would contribute to solving community and national problem. Okay, yeah, in fact the RTI Act has promoted transparency at all levels. നമുക്ക് ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോ, എന്താണ് റൈറ്റ് ഇൻഫർമേഷൻ? സമയത്തിന്റെ അഭാവം വളരെ ഇതാണ്. നോക്കൂ, നമ്മുടെ പാർലമെന്റിൽ പറഞ്ഞു ചൈന ബോർഡറിൽ നമ്മുടെ കുറെ ലാൻഡ് ചൈനക്കാരെടുത്തിട്ടുണ്ട്. ഇന്ത്യ ചൈന എടുത്തിട്ടുണ്ട്. അവർ ചോദിച്ചു whether it is correct or not, how many kilometers and we surrendered the territory to China. നോക്കൂ, കാരണം നമ്മുടെ സ്ഥലമാണ് ഇന്ത്യ. നമ്മളെല്ലാം പെട്രോട്ടിക് ആണ്. മറ്റുള്ള രാജ്യങ്ങള് അത് അതിൽ കയറിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ റൈറ്റ് ഇൻഫർമേഷൻ ആണ് ഇത് ചോദിക്കുന്നത്. ഈ ആക്ടിന്റെ പ്രാധാന്യം നിൽക്കുള്ളൂ. അപ്പൊ അവർ പറയില്ല അങ്ങനെയാണ്, ഇതാണ് മറ്റേ ഇത്രയേ ഉള്ളൂ. ഇല്ല, ഞങ്ങളത് പ്രിക്കോഷൻ എടുത്തിട്ടുണ്ട്, നമ്മുടെ ആർമി അവിടെ ഉണ്ട്, എല്ലാ ഇതുണ്ട്. കണ്ടോ? അപ്പൊ വിജിലന്റ് ആവും, സോഷ്യൽ അവയർനെസ് വരും. ദാറ്റ് ഈസ് ആക്ച്വലി ഹെൽപ്പിംഗ് ദ സിറ്റിസൺ, ദ കൺട്രി, ദ സ്റ്റേറ്റ്, എവറി ഓർഗനൈസേഷൻ ടു ഫ്ലറിഷ്. അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. പിന്നെ നമ്മുടെ റെക്കോർഡ് കീപ്പിംഗ് പൂവറാണ് കേട്ടോ. റെക്കോർഡ് പ്രോപ്പറായിട്ട് നമ്മൾ അവിടെ കൊണ്ട് തള്ളിയിടും. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് സീരിയൽ നമ്പർ ഇടണം, അതിന്റെ വിഷയം, മുകളിൽ വിഷയം എന്താണ്, സബ്ജക്റ്റ്, ഇത് ഡേറ്റ് വൈസ് വേണം, അതിലെ നമ്പർ ഇടണം, പേജ് നമ്പർ ഇടണം. എന്താ കാരണം? അതിന്റെ നടുക്കിലത്തെ പേജ് ആരും എടുത്തിട്ടുണ്ടല്ലോ. കാരണം അത് ഇമ്പോർട്ടന്റ്. ചിലപ്പോൾ കോടതിയിൽ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതിന്റെ നടുക്കിലത്തെ പേജ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? സ്വാഹ. എവിഡൻസ് ആയിരിക്കും ചിലപ്പോ കോടതിയിൽ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മുടെ റെക്കോർഡ് കീപ്പിംഗ് പ്രോപ്പർ അല്ല കേട്ടോ. പല ഗവൺമെന്റ് ഓഫീസിലും പഞ്ചായത്ത് ഓഫീസിലൊക്കെ പോയി നോക്കിയോ, അവിടെ കൊണ്ട് തള്ളിയിട്ടുണ്ടോ? അവിടെ നമ്മളെന്തെങ്കിലും ചോദിച്ചാൽ എടുക്കില്ല. എന്താ കാരണം? റെക്കോർഡ് റൂമിൽ നിറയെ പൊടിയായിരിക്കും. ജാമ്പുവിന്റെ കാലത്തുള്ളതായിരിക്കും റെക്കോർഡ് റൂം. അതെ, അവിടെ മുഴുവൻ പൊടിയായിരിക്കും. ഞാനെന്തിനാ എന്റെ ഷർട്ടോ അല്ലെങ്കിൽ എന്റെ സാരി വൃത്തികേടാക്കണ ചിലപ്പില്ല, കാരണം പൊടിയായിരിക്കും. അങ്ങനെയല്ല വേണ്ടത്. ഇയർ വൈസ്, സബ്ജക്ട് വൈസ് നമ്മളെ കെട്ടി അവിടെ വെക്കണം. 2021-22 സബ്ജക്ട് മുകളിൽ ടാഗ് കെട്ടിയിട്ട്, അപ്പൊ പിന്നെ നമ്മൾ തെരഞ്ഞെടുക്കാൻ എളുപ്പമല്ലേ നമുക്ക് പെട്ടെന്ന്. അങ്ങനെയല്ലേ ഓരോ രജിസ്റ്റേർഡ് ഓഫീസിലൊക്കെ അതല്ലേ നമ്മൾ രജിസ്റ്റേർഡ് ഓഫീസിലൊക്കെ അങ്ങനെയല്ലേ നടക്കുന്നത്. 10 കൊല്ലം മുമ്പുള്ള ഇതും ഒക്കെ അങ്ങനെയല്ലേ. സോ റെക്കോർഡ് കീപ്പിംഗ് വളരെ, കാരണം പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് എപ്പോ വേണമെങ്കിലും ഇൻഫർമേഷൻ ചോദിക്കും. നോക്കോളൂ, ഉദാഹരണം, മിന്നാന്ന് ഇവിടെ പറവൂരിലൊരു പടക്കശാല തീ പിടിച്ച ഒരാൾ മരിച്ചു. വരണോ കലക്ടർ ചോദിക്കുന്നു, യെസ്, ലൈസൻസ് ഉണ്ടോ? ലൈസൻസ് എന്തിനാണ് എടുത്തത്? സ്റ്റോർ ചെയ്യാനാണോ പടക്കം, അതോ മാനുഫാക്ചർ ചെയ്യാനാണോ? പഞ്ചായത്ത് നിന്ന് മുഴുവൻ റിപ്പോർട്ട് വേണം. എനിക്ക് 24 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് വേണമെന്ന് കലക്ടർ. അപ്പോഴാണ് അറിയുന്നത്
സ്റ്റോർ ചെയ്യാൻ മാത്രമേ ലൈസൻസ് ഉള്ളൂ. നോക്കിയോ, അതാണ് സംഭവം. അപ്പൊ റെക്കോർഡ് പ്രോപ്പർ ആയിരിക്കണം. ക്രിയേഷൻ, റെക്കോർഡ്, പ്ലേസ്മെന്റ്, അപ്രൈസൽ, മെയിൻ്റെനൻസ്, യൂസ്. അപ്പൊ ചിലപ്പോൾ ഇത് കമ്പ്യൂട്ടറിലായിരിക്കും. എങ്ങനെയായാലും ശരി അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. സോ മോട്ടോ ഡിസ്ക്ലോഷർ ഓഫ് ദ ഐറ്റം, സാങ്ഷൻ, ഗൈഡ് ലൈൻസ് ആയിട്ട്. പിന്നെ ഡിജിറ്റലായിട്ട് നമ്മൾ എങ്ങനെ കീപ്പ് ചെയ്യില്ല, ചിലതൊക്കെ സീക്രട്ട് ആയിട്ടുള്ളതുണ്ട് ഡിജിറ്റൽ ഇത്. അത് നമ്മൾ കമ്പ്യൂട്ടറിൽ വെക്കരുത്. കാരണം ചില കാര്യങ്ങള് നമ്മളെ സീക്രട്ട് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് പലതും ഉണ്ടായിരിക്കും. ആ സമയത്ത് അത്തരത്തിലുള്ളത് എവിടെ നമ്മൾ വെക്കേണ്ടത്, ഡിജിറ്റലിന്റെ കോപ്പി എടുക്കുമ്പോൾ സൂക്ഷിക്കണം. ഓതറൈസ് പേഴ്സന്റെ അപ്രൂവൽ ഇല്ലാണ്ട് സീക്രട്ട് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മളെ ഡിസൈനോ സർക്യൂട്ട് ഡിസൈൻ ആയിക്കോട്ടെ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, അതൊന്നും നമ്മൾ എടുക്കുമ്പോൾ കോപ്പിയൊക്കെ എടുക്കുമ്പോൾ കൺസേൺഡ് ഓഫീസറുടെ പെർമിഷൻ വേണം കേട്ടോ. പ്രോ ആക്റ്റീവ് ഡിസ്ക്ലോസർ, കംപ്ലയൻസ് മെക്കാനിസം. അപ്പൊ അങ്ങനെയൊക്കെ. അടുത്ത് ക്വാളിറ്റി. പിന്നെ വേറൊരു കാര്യം നമ്മുടെ ഇവിടെ കണ്ടുവരുന്നത് എന്താ അറിയോ, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഉണ്ട്, ഓരോ ഇൻഫർമേഷൻ കൊടുക്കുന്നത് ആർക്കും വേണ്ടാത്ത ആളുകളെ കൊണ്ടിരിക്കും. അതായത് ഒരു പ്രയോജനം ഇല്ലാത്ത ആളുകളെ, ഒരു ക്വാളിഫിക്കേഷൻ കൂടുതലൊന്നും ഇല്ലാത്ത ആളുകളെ കൊണ്ട് ഇവരെ കൊണ്ട് ഉപദ്ര പറഞ്ഞിട്ട് നീ എന്നാ ഈ ഇവിടെ കണ്ടുപിടിച്ചോ, അല്ല ഇൻഫർമേഷൻ ചോദിക്കുമ്പോൾ കൊടുക്കാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആവരുത്. അവന് ഇതിനെപ്പറ്റി റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിനെ പറ്റി അറിയണം. ഇതാ കേട്ടോളൂ, ഞാൻ എഴുതിയതല്ല, നിങ്ങളുടെ ബുക്കിലുള്ളതാണത്. Public information officer are the backbone of the RTA system and act as interface. Okay, one of the prerequisite for effective implementation of RTA Act is efficiency. അപ്പോ പബ്ലിക് ഇൻഫർമേഷൻ ആർ ദ റിപ്പോസിറ്ററി, എല്ലാ ഇൻഫർമേഷൻ അവർക്ക് വേണം. അങ്ങനെയാണ്. അപ്പൊ ഇവിടെ എന്താ ചില സമയത്ത് നമ്മൾ ഇവിടെ ചെയ്യണം എന്ന് വെച്ചാൽ, ചിലപ്പോ കഴിവില്ലാത്ത ആളുകളെ, ഒരു പ്രയോജനമില്ലാത്ത ആളുകളെ അവര് മിസ്ബിഹേവ് ചെയ്യും, അവരുടെ ഇനിഷ്യേറ്റീവ് എടുക്കില്ല, കോൺട്രാക്ട് വർക്കേഴ്സിനെ അതേമാതിരിയുള്ള ആളുകളെ ഉപയോഗിക്കും. അങ്ങനെയൊന്നും ചെയ്യരുത്. അവര് ഉത്തരവാദിത്തമാണ്. അതിനെ ആക്ടിനെ പറ്റി അറിഞ്ഞിരിക്കണം, എപ്പോഴാണ് കൊടുക്കേണ്ടത്, എത്ര ദിവസത്തിനുള്ളിൽ കൊടുക്കേണ്ടതൊക്കെ. അങ്ങനെയാണ് സെൻട്രൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അങ്ങനെ പോകുന്നു. പിന്നെ അപ്പൊ ഓരോന്നും ഡിസ്ചാർജ് ഡ്യൂട്ടി ഇതിനെ പറ്റി പറഞ്ഞു ഞാൻ. ഓക്കെ, ഈസ് നോട്ട് അത് ഇന്നലെ ഞാൻ പറഞ്ഞു, ഇത് സെൻട്രൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഈസ് നോട്ട് എ സ്റ്റാറ്റ്യൂട്ടറി. ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് അല്ല. ഇത് ഒരു എന്താ പറയണ്ട, ആക്ട് പ്രകാരം ക്രിയേറ്റ് ചെയ്ത പോസ്റ്റാണ് അതൊക്കെ. എൻ ഓഫീസർ ഇൻ ദ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണേ, നല്ല വിദ്യാഭ്യാസ സമ്പന്നനായ നല്ലൊരു ഓഫീസറെ, കഴിയുന്ന ഗസറ്റഡ് റാങ്കിലുള്ള ഒരാളെ ആയിരിക്കണം പബ്ലിക് റിലേഷൻ ഓഫീസറെ, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. കാരണം ആരെങ്കിലും ചോദിച്ചു വെച്ചാല് ഈ മലയാളീസ് ആവണമെന്നില്ലല്ലോ, മറ്റുള്ളവർക്കും ചോദിച്ചുകൂടെ. ചിലരൊരു ഫ്രഞ്ചുകാരനെ ഇവിടെ കൊണ്ടുവന്നിട്ട് അറസ്റ്റ് ചെയ്ത് വിചാരിക്കുക, അവൻ പോയിട്ട് മലയാളത്തിൽ പോയിട്ട് പറയോ. അപ്പൊ ഇംഗ്ലീഷ് ഏകദേശം അറിയുന്നോ അല്ലെങ്കിൽ ഹിന്ദിയോ എന്തെങ്കിലും അറിയുന്ന, ഇപ്പൊ ബംഗാളീസ് ഒക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ എന്ത് ഭാഷയിലാണ് ചെയ്യുക, വിത്തൗട്ട് എനി ഇൻസെന്റീവ്. അപ്പൊ ക്വാളിഫൈഡ് ആളുകളെ അവിടെ വെക്കണം. ബിസൈഡ് ഡിലേ. പിന്നെ ചിലവരുണ്ട് കുറെ ഡിലേ, നാളെ കൊടുക്കുന്നത് മറ്റന്നാൾ കൊടുക്കാം, നോൺ സപ്ലൈ, ചിലപ്പോൾ സപ്ലൈ ചെയ്യില്ല, ചിലപ്പോൾ എന്താ പറ്റുന്നറിയോ, ഇവർക്ക് ഭയങ്കര പേടിയിട്ടാവും. അയ്യോ ഞാൻ കൊടുത്തവൻ ഞാൻ പെടുവോ, നാളെ എന്റെ ഓഫീസർ ചോദിക്കുമെന്നൊക്കെ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇവരുടെ വേറെ പരിപാടി നോൺ ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ്. ഒരു സൗഹൃദ ഒന്ന് ചോദിച്ചാൽ തന്നെ ആറ്റിറ്റ്യൂഡ് നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള ചില ആളുകളെ കൊണ്ട് ഇരുത്തോടെ. ദിസ് സിറ്റുവേഷൻ ഇസ് ഫർദർ അഗ്രവേറ്റഡ് ഡ്യൂ ടു ലാക്ക് ഓഫ് ട്രെയിനിങ് ഇല്ല അവർക്ക്. ഇൻഫ്രാസ്ട്രക്ചർ, കമ്പ്യൂട്ടർ ഉണ്ടാവില്ല, അവിടെ പോയിട്ട് ചെറിയ ചെയറിലൊരു മേശയിൽ അവിടെ വന്നിരിക്കും, ഒരു പേപ്പറും ഉണ്ടാവില്ല, ഒരു പെന്നും ഉണ്ടാവില്ല, ഒരു ചുക്കും അവന്റെ അടുത്ത് ഉണ്ടാവില്ല, സ്കാനർ ഉണ്ടാവില്ല, ഇന്റർനെറ്റ് ഉണ്ടാവില്ല, ഫോട്ടോ കോപ്പി എടുക്കാൻ പറ്റില്ല. പിന്നെ എന്തിനാ അവിടെ ഇരിക്കുന്ന, നിങ്ങൾ പോയി നോക്കൂ, ചിലയിടത്തൊക്കെ ഉണ്ട് അത്, പഞ്ചായത്തിലൊക്കെ. അപ്പോ RTA is a tool, okay, mandated to be used by the public to hold responsible for their actions and inactions. Okay, അതൊക്കെയാണ് the RTA പാംപ്ലെറ്റ്. പല അവരിത് ഇഷ്യൂ ചെയ്യുന്നുണ്ട്, ടെലിവിഷൻ സീരിയൽ അതൊക്കെ നല്ല ഞാൻ പറഞ്ഞു, പല അവയർനെസ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാക്കുന്ന, പബ്ലിസിറ്റി ചെയ്യുന്നുണ്ട്. പബ്ലിസിറ്റി ചെയ്യുമ്പോൾ ലോക്കൽ ലാംഗ്വേജ് ഹിന്ദി, ഇംഗ്ലീഷ്, അല്ല ഇപ്പൊ ഇൻ കേരള മലയാളം, തമിഴ്നാടു ഇൻ തമിഴ്, കർണാടക കന്നഡ, അങ്ങനെ റീജിയണൽ ലാംഗ്വേജിലെ ആളുകൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, transparency, accountability and participation are the basic mandate of the RTA Act. There is a necessity to undertake the measures to strengthen this powerful tool that can deliver significant social. അതുകൊണ്ട് ഈ ഉത്തരങ്ങൾ കൊടുക്കുമ്പോൾ നമ്മുടെ ജനങ്ങൾക്ക് വളരെ ഉപയോഗപ്രദമായിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഡിബേറ്റ്. ഞാനൊരു ചെറിയ കാര്യം പറയട്ടെ. ഇന്നലെ നടന്ന സംഭവം എന്താണ്, വീട് പൂട്ടി പോയിട്ട് നമ്മുടെ ഫോറിനിലേക്ക് പോയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ വീടിന് കൂടുതൽ നികുതി. നിങ്ങളുടെ വീട് കേരളത്തില് വെച്ചിട്ട് നിങ്ങൾ പോയിട്ട് ഡൽഹിയിലോ അല്ലെങ്കിൽ ഫോറിനിലോ പോയി താമസിച്ച നികുതി കൂടുതല്. അപ്പൊ ജനങ്ങൾ ഇന്റർഫിയർ ചെയ്തു. ഉടനടി ഓപ്പോസിഷൻ ലീഡറും മറ്റൊരു അവസാനം ഫൈനാൻസ് മിനിസ്റ്റർ അത് വിഡ്രോ ചെയ്തു ഇന്നലെ.
അപ്പൊ അത് ജനങ്ങൾക്ക് ഉപയോഗപ്രദമല്ലേ? കാരണം എന്താ വെച്ചാൽ പലരും ഇവിടെ വീടുണ്ടാക്കിയിട്ട് പുറത്തു പോയിട്ടുണ്ട്. പല കാരണങ്ങളാണ്. ചിലപ്പോൾ മെഡിക്കൽ അച്ഛനമ്മയ്ക്ക് സുഖമില്ലാണ്ട് പോയിട്ടുണ്ട്, ചില മക്കളെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടാവും, അല്ലെ? അമേരിക്കയിലും കനഡയിലും. അതിന്റെ അർത്ഥം ഈ വീട് വേണ്ടെന്നാണോ? അപ്പൊ അവരൊക്കെ പെനാൽറ്റി ഇഷ്യൂമ്പോൾ അവര് കഷ്ടപ്പെട്ടൊക്കെ വീട് കടം മേടിച്ചിട്ടായിരിക്കും വീട് വെച്ചിരുന്നത്. അതിന് നികുതി, കടം മേടിച്ചതിന് നികുതി, അത് മറ്റേത് കൊടുക്കണം, ഇൻസ്റ്റാൾമെന്റ്. സോ ദർ ഇസ് ആൾ. അപ്പൊ ഉടനടി ഇന്നലെ വിഡ്രോ ചെയ്തു. അപ്പൊ ജനങ്ങൾക്ക് പ്രൊട്ടസ്റ്റ് ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും. ദർ ഈസ് ആൾസോ അപ്പൊ എല്ലാം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. undertake the measure to strengthen this powerful tool that can deliver significant social benefit. Okay, അടുത്ത യൂണിറ്റ് 7, റോൾ ഓഫ് ദ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ, സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ, പബ്ലിക് അതോറിറ്റി, എക്സ്പെക്ടേഷൻ ആൻഡ് കൺസ്ട്രെയിൻ. അതായത് സെൻട്രൽ ഇൻഫർമേഷൻ CIC ആൻഡ് SIC. സെൻട്രൽ ഗവൺമെന്റ്, അതായത് ഷിപ്പ് യാർഡ്, നാഷണൽ ഹൈവേസ്, സെൻട്രൽ ഗവൺമെന്റ് ഓഫീസസ്, സെൻട്രൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, അതേമാതിരി ഓട്ടോണമസ് ബോഡി, സെൻട്രൽ ഗവൺമെന്റ് എയ്ഡഡ്, ഇതെല്ലാം സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷന്റെ കീഴിൽ വരും. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എംപ്ലോയീസ്, സ്റ്റേറ്റ് ഗവൺമെന്റ് സ്ഥാപനങ്ങള്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഓട്ടോണമസ് ബോഡീസ്, അതേമാതിരി നമ്മുടെ KSEB, KSFE, ഇതൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതിൽ വരും. അപ്പൊ അതിനെ പറ്റി ചോദിക്കുമ്പോൾ ഇവര് കൊടുക്കണം, സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ. ഓക്കെ, എക്സ്പെക്ടേഷൻ, വർക്കിംഗ് ഓഫ് ദ. ഓക്കെ, നെക്സ്റ്റ് ഇൻട്രൊഡക്ഷൻ. ദി റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2000 ഹാസ് 25 വർഷമായി. അപ്പൊ കുറച്ചത് ഇല്ലേ, 5 ഓക്കെ, 15, യെസ് 10, ഓക്കെ, 15, 20, ഓക്കെ, കൂടുതലായി. ഓക്കെ, നൗ 15, 10, 15, ഓക്കെ. Now another completed 25 years of existence. The legislature ശരിക്ക് 25 എങ്ങനെ വന്നതെന്ന് അറിയില്ല. ഓക്കെ, 15 അല്ലേ, 5, 2005, 2010, 20, 15, 15, 3, 18 വരൂ. അവിടെ 25 കൊല്ലം എഴുതിയിട്ട് നിങ്ങളുടെ പുസ്തകത്തില്. ദി ലെജിസ്ലേഷൻ 2005 ആക്ട് വന്നു. ദി ലെജിസ്ലേഷൻ കൺഫേംസ് ഓൺ ഓൾ സിറ്റിസൺ. ഇത് എല്ലാവർക്കും ബാധകമാണ് കേട്ടോ, ഇത്ര മാത്രം. In a country of big India is a big country, 28 സ്റ്റേറ്റ്, 9 യൂണിയൻ ടെറിട്ടറി, പോപ്പുലേഷൻ 140 കോടി. ടു അസസ് ദി ഇമ്പാക്ട്, വളരെയധികം പ്രശ്നമുണ്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ. ഓരോരോ സ്റ്റേറ്റ്, ഉത്തർപ്രദേശിലൊക്കെ എത്ര ഡിസ്ട്രിക്റ്റ് ആണെന്ന് ഓർത്താൽ മതി. ഇവിടെ എല്ലാം ഓരോ ഡിസ്ട്രിക്റ്റിലും വേണം ഈ ഓഫീസർമാര്. സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫീസിൽ വേണം 10ഉം 80ഉം. നമ്മുടെ തമിഴ്നാട് 39 പാർലമെന്ററി കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. മഹാരാഷ്ട്ര 42 പാർലമെന്ററി കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. നാലോചിച്ചോളൂ. ഒരു കാലത്ത് ഉത്തർപ്രദേശിൽ 85 ഇതുണ്ടായിരുന്നു പാർലമെന്ററി കോൺസ്റ്റിറ്റ്യൂൻസി. നാലോചിച്ചോളൂ. ഒരു പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസി പറയുമ്പോൾ ചിലപ്പോൾ 2-3 ഡിസ്ട്രിക്ട് വരും. അവിടെ ഭാഗം, ഡിസ്ട്രിക്റ്റിന്റെ ഭാഗം ഓർത്തോളൂ. അപ്പൊ എത്രയെന്ന് വലുതാണത്. അതായത് ഉത്തർപ്രദേശിന്റെ നമ്മുടെ ഒരു ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ 1-2 ഡിസ്ട്രിക്ട് ആണ് ടോട്ടൽ കേരള. ഓർത്തോളൂ, അത്ര വലിയ വലിയ ഡിസ്ട്രിക്ട്സ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഹിമാചൽ പ്രദേശ് മാണ്ഡി എത്ര വലിയ സ്ഥലമാണ് അറിയാമോ അത്? അപ്പോ ബട്ട് ദർ ഈസ് നോ ഡൗട്ട് ദാറ്റ് നോ അതർ റിഫോർമേറ്റീവ് ലെജിസ്ലേഷൻ ബി ഏബിൾ ടു ടച്ച്. ഇതേമാതിരി ഒരു ലെജിസ്ലേഷൻ ഇന്ന് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി. റേഷൻ കിട്ടിയില്ല, എന്താ പ്രശ്നം? ഇമ്പോസിംഗ് മിഷൻ വർക്ക് അത് ചെയ്യുന്നില്ല, പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, വരല്ലേ. ജനങ്ങൾ വന്നു, എത്ര നിങ്ങൾ ചെയ്തു, എത്ര നിങ്ങളുടെ പെൻഡിങ് വന്നു. അതേമാതിരി എത്ര സെൻട്രൽ ഗവൺമെന്റ് കിട്ടി? നിങ്ങൾക്ക് ഗോതമ്പ് എത്ര കിട്ടി, അരി എത്ര കിട്ടി, മണ്ണെണ്ണ എത്ര കിട്ടി, നിങ്ങൾ എത്ര വിതരണം ചെയ്തു, ബാക്കി എത്ര എവിടെ കിടക്കണു? എവിടെ എല്ലാ കാര്യങ്ങളും ചോദിക്കണം. ഈ അത്ര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ റോൾ പൈഡ് ബൈ സെൻട്രലില് ഒക്കെ പറഞ്ഞു ഞാൻ. ഓക്കെ, RTI ആക്ട് ഡിഫൈൻസ് എ പബ്ലിക് അതോറിറ്റി ആസ് എ അതോറിറ്റി ഓഫ് ബോഡി. അത് ആരെ തീരുമാനിച്ചാൽ സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റ് ആണ് അതോറിറ്റി. ആരാണ് ഇത് കൊടുക്കേണ്ടതെന്ന് അവരെ തീരുമാനിക്കേണ്ടത്. Okay, self-government established a constituted or by or under the constitution or by state legislature or by notification issued or under made by the central government or a state government. Okay, central government information commissioner, president of India appointed, and a committee, Pradhan Mantri, opposition leader, a cabinet minister selected by the prime minister. State governor, chief minister, opposition leader ആണ് ഇവരെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഗവർണറാണ് അപ്പോയിന്റ് ചെയ്യേണ്ടത്. സെലക്ഷൻ കമ്മിറ്റി ഇങ്ങനെയാണ് പറഞ്ഞില്ലേ. ഇപ്പൊ സെൻട്രലില് പ്രൈം മിനിസ്റ്ററും ഒപ്പോസിഷൻ ലീഡറും ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററും, ഇവിടെ ചീഫ് മിനിസ്റ്ററും ഒപ്പോസിഷൻ ലീഡറും ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററും. ഓക്കെ, അപ്പൊ അതാണ് നോൺ. പിന്നെ ചിലപ്പോ NGOs നാളെ എടുക്കും കേട്ടോ.
വളരെ നല്ല നല്ല NGOs ഉണ്ട്. ഇപ്പൊ നോക്കൂ, നമ്മുടെ ഒരു NGO നോക്കൂ, ഞാൻ പറയാം എത്ര നല്ല സേവനം ചെയ്യും. ബിൽഗേറ്റ് ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, പക്ഷെ അവിടെ അവരുടെ എടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, അത് ഫോറിൻ്റെ. നമ്മളിവിടെ സുധാമൂർത്തി, നാരായണമൂർത്തിയുടെ ഭാര്യ, യുനോ ദാറ്റ്? നാരായണമൂർത്തി ഇൻഫോസിസ് സെറ്റപ്പ് ചെയ്ത് 5000 രൂപ കടമെടുത്തിട്ടാണ് ഭാര്യയുടെ നിന്ന്. കാരണം അയാളുടെ കാശിന് തരുന്നില്ല. 5000 രൂപ ഭാര്യ കൊടുത്തിട്ടാണ് ഇൻഫോസിസും സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ 4-5 പേര്, ഷിബുലാല്, ക്രിസ് ഗോപാലകൃഷ്ണൻ, ഇതേമാതിരിയുള്ള ചിലരെ എടുത്തിട്ടാണ് ഇനീഷ്യൽ ഇത്. ഇന്ന് എവിടെ എത്തി നിങ്ങൾ ആലോചിച്ചാൽ അറിയാം. 4 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം ആളുകളാണ്, 3 ലക്ഷത്തിൽ മീതിയുണ്ട് ആളുകളാണ് അവിടെ എംപ്ലോയീസ് ആണ് വർക്ക് ചെയ്യുന്നത്. യു നോ വെരി വെൽ വാട്ട് ഇറ്റ് ഈസ്. ഓക്കെ, സോ അപ്പൊ അത്തരത്തിലുള്ള വളരെ നല്ല സേവനം ചെയ്യുന്ന NGOs ആയിരിക്കണം കേട്ടോ. അത് അഴിമതിയില്ല, നല്ല എസ്റ്റാബ്ലിഷ്ഡ് ഓർഗനൈസേഷനെ ആളെടുക്കപ്പെടൂ. ജനങ്ങൾക്ക് വിശ്വാസമുള്ള ആളുകൾ. ഇവിടെ പല പരിപാടികളും നടത്തുന്ന NGOs ഉണ്ട് കേട്ടോ. കാരണം അതായത് ആളുകളുടെ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന പൈസ തോന്നിവാസം ചെയ്യുന്നവരുണ്ട് NGOs. അതല്ല, ഇപ്പൊ ഈ സുധാമൂർത്തിക്കുന്ന അതിന്റെ ആവശ്യമില്ല, ജനങ്ങളുടെ സേവനത്തിന് വേണ്ടിയിട്ടാണ്. ടാറ്റ, ടേക്ക് ദ എക്സാമ്പിൾ രത്തൻ ടാറ്റയുടെ ട്രസ്റ്റ് ഉണ്ട്. അവരുടെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? എനിക്ക് ഓർമ്മയുള്ളപ്പോൾ ഞാൻ 69 എനിക്കറിയാം രത്തൻ ടാറ്റ ട്രസ്റ്റ് എന്ന് ഓരോരുത്തര് ഇതെടുത്തിട്ട് പഠിച്ചിട്ട് ഫോറിൽ പോയിട്ട് വലിയ വലിയ ആളുകളായ MTech MS ഒക്കെ എടുത്ത ആളുകൾ എത്രയോ സേവനം നാളെ കണ്ടു. 1400 കോടി രൂപയാണ് ടാറ്റയുടെ ആ ചാരിറ്റി ഫണ്ടിൽ ഇടുന്നത് ജനങ്ങളുടെ സേവനത്തിന് വേണ്ടി. ആരെങ്കിലും ഡൗട്ട് ചെയ്യോ? അപ്പൊ NGOs അങ്ങനെയൊക്കെ ആയിരിക്കണം, ജനത്തിനെ സേവ് ചെയ്യാനുള്ള അതുവരെ. നോ ഡ്യൂട്ടി ടു മെയിൻറ്റെയിൻ ആൻഡ് സപ്ലൈ ഇൻഫർമേഷൻ, റെക്കോർഡ് മാനേജ്മെന്റ്, പ്രൊആക്റ്റീവ് ഡിസ്ക്ലോസർ, അതായത് കൊടുക്കാനുള്ള നമുക്ക് ജാഗ്രത. സോ പബ്ലിക്കേഷൻ, പിന്നെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത് സത്യസന്ധതയോട് കൂടി വേണം. അല്ല ഞാൻ അത് ചെയ്തു, ഞാൻ അവിടുത്തെ കുട്ടികൾക്ക് അതായത് എന്താ പറയണ്ടേ, ഓർഫണേജ്, അതായത് അച്ഛനും അമ്മയും ആരും കുട്ടികളൊന്നും ഇല്ലാത്ത അനാഥ കുട്ടികളെ ഞങ്ങൾ അങ്ങനെ, ഇതിനെല്ലാം റെക്കോർഡ് വേണം പബ്ലിക്കേഷന്, സത്യാവസ്ഥ മാത്രം. ആൻഡ് നമ്മുടെ പോളിസീസ്, ഡിസിഷൻസ്, പ്രൊവൈഡിങ് റീസൺസ് ഫോർ ഡിസിഷൻ, അങ്ങനെ ഡെസിഗ്നേഷൻ ഓഫ് ഇൻഫർമേഷൻ. പിന്നെ നമ്മൾ ഓരോരോ ഡെസിഗ്നേഷൻ ഇൻഫർമേഷൻ ഓഫീസറിൽ ഓരോരോ കളക്ടറേറ്റിലൊക്കെ ഓരോ ആരാണ് ഇൻഫർമേഷൻ അവരൊക്കെ ഡെസിഗ്നേറ്റ് ചെയ്യണം ഇൻഫർമേഷൻ ഓഫീസർ. ഈ ഡിപ്പാർട്ട്മെന്റിലെ അതായത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആരാണ് ഇൻഫർമേഷൻ ഓഫീസർ, വാട്ടർ അതോറിറ്റി ആരാണ് ഇൻഫർമേഷൻ ഓഫീസർ, അവരുടെ അടുത്താണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ഇംപ്ലിമെന്റേഷൻ അതൊക്കെ ഓക്കെ. നൗ challenges, public authorities refusing to be public, proactive disclosure, poor record management, lack of training. ഇവർക്ക് ട്രെയിനിങ് ഒന്നും കൊടുക്കുന്നില്ല. അപ്പൊ അതേമാതിരി ഇരിക്കും, മോശമായ ബിഹേവിയർ ആയിരിക്കും ചിലവരൊക്കെ. അതേമാതിരി നമ്മളവിടെ ചെല്ലണേന് നമുക്ക് ദേഷ്യം വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ചോദിച്ചതിൻ്റെ നേരെ വിപരീതമാണ്. തല പൊന്തിക്കില്ല, തല അങ്ങനെ തല താത്തിരിക്കും. നമ്മളെന്തെങ്കിലും ചോദിച്ചാൽ തലന്ന് പൊന്തിക്കണ്ടേ, അതുപോലും ഇല്ലാത്ത ആളുകളുണ്ട്. നമ്മൾ എവിടെയെങ്കിലും ഡൗട്ട് ചോദിക്കുമ്പോഴേ ഇങ്ങനത്തെ ആളെ കൊണ്ട് എന്ത് പ്രയോജനം? ഇപ്പൊ ഞാനൊക്കെ ഒരു പ്രാവശ്യം ഒരു കാലത്ത് നമ്മുടെ വെൻ ഐ വാസ് വർക്കിംഗ് നോർത്ത് ഇന്ത്യ, ഇവിടെ കേരളത്തിൽ വന്നിട്ട് ഒരു ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി വന്ന് ചോദിച്ചപ്പോ എന്നോട് ക്ലർക്ക് ചോദിച്ചു, അതായത് പഞ്ചായത്തില് ഞാനൊരു ജനന സർട്ടിഫിക്കറ്റിന് വേണ്ടി പോയപ്പോ, നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റാണ്, ഭാര്യ ഏത് ഡിസ്ട്രിക്റ്റാണ്, കുട്ടി എവിടെ ജനിച്ചത്, എന്തുകൊണ്ട് നിങ്ങളെ ആ ഡിസ്ട്രിക്റ്റിലത്തെ ആള് ഈ ഡിസ്ട്രിക്റ്റിൽ കല്യാണം കഴിഞ്ഞു, എന്ത് ചെയ്യ? അതായത് ഇപ്പൊ നമ്മളെ കോഴിക്കോടിലത്തെ ആളുകൾക്ക് കണ്ണൂരിൽ നിന്ന് കല്യാണം കഴിക്കാൻ പാടില്ല, അങ്ങനെ വല്ലതും ഉണ്ടോ? ഇത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, ഹരാസ്മെന്റ് ഒക്കെ ഉണ്ട് പലരും, ആവശ്യമില്ലാത്ത ചോദ്യങ്ങള്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഈ പബ്ലിക് ഇൻഫർമേഷൻ ഇതേമാതിരിയുള്ള ക്വസ്റ്റ്യൻസ് ഹരാസ് ചെയ്യും ഓരോരുത്തരെ. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ, നമുക്ക് ദേഷ്യം വരും. പക്ഷെ ദേഷ്യം വന്നിട്ട് കാര്യമില്ല, അവര് തരില്ല, പേപ്പർ തരില്ല. അങ്ങനെയൊക്കെയുണ്ട്, പല കാര്യങ്ങളുണ്ട്. അപ്പോ പൂവർ റെക്കോർഡ് മാനേജ്മെന്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് റെക്കോർഡ് ചോദിച്ചു, അത് തെരഞ്ഞു പിടിക്കണം. നിങ്ങളൊരു 10 ദിവസം കഴിഞ്ഞിട്ട് വരും, പോരെ വലച്ചില്. നിങ്ങൾ ബസ്സും പിടിച്ചിട്ട് പോയിട്ട് റെക്കോർഡ് ചോദിക്കുന്നത്. നിങ്ങളെ ഇപ്പൊ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് റെക്കോർഡ് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടുകയില്ല. എന്റെ മരം മുറിച്ചതിന്റെ അന്നത്തെ കേസ് ഉണ്ടെന്ന് പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ മരം വിൽക്കേണ്ടടുത്ത് വിറ്റിട്ടുണ്ടാവും, ആ റെക്കോർഡൊന്നും അവിടെ ഉണ്ടാവില്ല. അപ്പൊ അത് പൂവർ റെക്കോർഡ് മാനേജ്മെന്റ് ഉണ്ട്. പിന്നെ ഇവർക്കൊക്കെ ട്രെയിനിങ് പ്രോപ്പറായിട്ട് കൊടുക്കണം. അതായത് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ്, അത് എല്ലാം നോക്കൂ. എന്താണ് ട്രെയിനിങ്? നിങ്ങൾ വിചാരിക്കും എന്തിനാ എനിക്ക് ട്രെയിനിങ്, അയ്യോ ഞാനെല്ലാം പഠിച്ച അല്ല.
കേട്ടോളൂ സെന്റൻസ്. ഞാൻ ട്രെയിനിങ്ങിലൊക്കെ എത്ര മാസ്റ്റേഴ്സിന്റെ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എന്റെ എത്രയോ ലക്ഷക്കണക്കിന് കുട്ടികൾ എന്റെ ബുക്ക് പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ട്രെയിനിങ്? ട്രെയിനിങ് ഈസ് whatever knowledge you are having at present is not sufficient to meet the future challenges. There is a gap. Existing knowledge, required knowledge. ഇപ്പൊ നിങ്ങൾ റൈറ്റ് ഇൻഫർമേഷൻ പഠിച്ചു, നിങ്ങൾക്ക് കുറെ നോളജ് ഉണ്ട്, പക്ഷെ ഞാൻ പറയുന്നത് ഒരു അഡീഷണൽ ആണ് കേട്ടോ. അപ്പൊ എക്സിസ്റ്റിംഗ് നോളജ് റിക്വയർഡ് നോളജിനാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ദിർ ഇസ് എ ഗ്യാപ്പ്. അത് ഞാൻ ലെക്ചറിലൂടെ ഫിൽ ചെയ്യുന്നു. അപ്പോ എല്ലാവരും ഒരു ഓഫീസിൽ ജോയിൻ ചെയ്യുമ്പോൾ എല്ലാം അറിയുന്നില്ല. അവർക്ക് IAS ഓഫീസർ നിങ്ങൾ പാസ്സായിട്ട് എന്താ കാര്യം? 6 മാസം ട്രെയിനിങ് ഉണ്ട്. IPS ഓഫീസർ 6 മാസം ട്രെയിനിങ് ഉണ്ട്. IASന് ഡെറാഡൂൺ, IPSന് ഹൈദരാബാദ്. വേണ്ടേ? വേണ്ട. ഞാൻ ട്രെയിനിങ് ചെയ്യില്ല പറഞ്ഞാൽ ജോലി കിട്ടില്ല. മനസ്സിലായോ? ഇറ്റ് ഈസ് മസ്റ്റ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയണ്ടേ എങ്ങനെ അഡ്മിനിസ്ട്രേഷൻ എന്താ പ്രൊസീജിയർ എന്ന് അറിയണ്ടേ. ഒരു കൊച്ചു ചെക്കനോ അല്ലെങ്കിൽ ഒരു കുട്ടിയെ പോയിട്ട് പാസ്സായെന്ന് വിചാരിക്കുക. പാസ്സായ ഉടനെ അവൻ മിടുക്കനാവോ? അത് നമ്മുടെ കളക്ടർ ആവാൻ പറ്റുമോ? അല്ലെങ്കിൽ ഡെപ്യൂട്ടി കളക്ടർ ആവാൻ പറ്റുമോ? ഡിസ്ട്രിക്ട് സൂപ്രണ്ടോ പോലീസ് ആവാൻ പറ്റുമോ? അസിസ്റ്റന്റ് സൂപ്രണ്ടോ പോലീസ് ആവാൻ അറിയണ്ടേ? തോക്ക് എങ്ങനെ പിടിക്കുക ഒരു പോലീസ്? റൈഫിൾ എന്താണ്, ഇതെന്താണ്, എങ്ങനെയത് ഉപയോഗിക്കണ്ടേ, ഇത് യൂണിഫോം എങ്ങനെ വെയർ ചെയ്യണം, അത് ഇത് ക്ലൈംബിങ്, മലയുടെ മുകളിൽ കയറ്റ ചാട്ടം, ഇതൊക്കെ നമ്മുടെ ഫിസിക്കൽ ഇത് ട്രെയിനിങ് വേണ്ടേ? ഇതൊക്കെ പട്ടാളത്തില് 6 മാസം ട്രെയിനിങ് ആണ് വേണ്ടേ? അപ്പോ അവയർനെസ്. അപ്പൊ അങ്ങനെ ഇപ്പൊ RTI Act, the information at the center and states have unique position and responsibility. സ്റ്റേറ്റ് ഇൻ സെന്ററിനും there are quasi judicial നമ്മുടെ സിവിൽ കോർട്ടിന്റെ ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. they have extensive എല്ലാ പവർ ഉണ്ട് ഇവർക്കൊക്കെ. ആൻഡ് ഇവർക്കൊക്കെ ഓരോ ഡെലിഗേഷൻ ഓഫ് പവേഴ്സ് ഉണ്ട്, എഫക്റ്റീവ് എഫിഷ്യന്റ് മാതിരി അങ്ങനെ. ഓർ ദ decision of the chief central information officer have brought interesting and new dimension. കുറെ വളരെ നല്ല ഇൻട്രസ്റ്റിംഗ് ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോ കൺസ്ട്രൈൻഡ് ഇൻ വർക്കിംഗ്, പക്ഷേ ചിലപ്പോഴേ പല ബുദ്ധിമുട്ടുകളും ഫേസ് ചെയ്യുന്നുണ്ട്. ഡിപ്പെൻഡൻസ് ഓൺ ദ ഗവൺമെന്റ് ഫോർ ഫൈനാൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ. ഇവര് കിട്ടുന്ന പൈസ ഒന്നും ഇവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്ത് കിട്ടുന്നില്ല. ഈ ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ അവർക്കൊരു കമ്പ്യൂട്ടർ വാങ്ങില്ല, വേണ്ടത് വാങ്ങില്ല, വേണ്ടാത്ത ആവശ്യമില്ലാത്ത വാങ്ങും. പോരെ, ചിലപ്പോ 4 കമ്പ്യൂട്ടറിന് ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുക. പോരെ. ഇനി ഒന്നും കൂടെ ഞാൻ പറയണോ? ഞാന് ഒരു പഞ്ചായത്തില് പോയിട്ട് വീട്ടിന്റെ നികുതി അടയ്ക്കാൻ പോയി. വീട്ടിൽ നികുതി അടയ്ക്കാൻ പോയപ്പോ ഒരു കൗണ്ടർ ഒരാള് അവിടെ റിസർവേഷന്റെ എന്തോ ഒരു കുട്ടിയാണ്. ഓക്കെ, ആൾ റൈറ്റ്. പക്ഷേ ഫിസിക്കലി ചാലഞ്ചറാണ് കേട്ടോ. ആയിക്കോട്ടെ, അവരെല്ലാവർക്കും ജീവിക്കാൻ അവകാശമുണ്ട്. ഗവൺമെന്റിന്റെ ക്ഷേമ ഇതിനനുസരിച്ച് എല്ലാവരും ചെയ്യണം. പക്ഷേ ഭയങ്കര റഷാണ് ആ സമയത്ത്. ഒരു കൗണ്ടറില് ഇവർക്ക് ഒരു വിരലുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റൂ. ഒരു വിരലുകൊണ്ടാണ് ഇത് ടച്ച് ചെയ്യുന്നത്. അവിടെയാണ് വെച്ചാൽ റെസീറ്റിന് വേണ്ടി ലൈന്. പക്ഷെ ഇവർക്ക് ആയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അവിടെ എന്താ നമ്മൾ വേണ്ടത്? അവരെ സഹായിക്കാൻ. അവർക്ക് നോക്കൂ, എല്ലാവരും ജീവിക്കാനുള്ള അവകാശമുണ്ട്, അതിലെല്ലാം നമ്മളൊന്നും പറയുന്നില്ല. പക്ഷെ അവരെ സപ്പോർട്ട് ചെയ്യാൻ അഡീഷണൽ ആയിട്ട് ഒരാൾ വേണ്ടേ ഇവിടെ? അങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഉണ്ടാവും, 3 ആളുണ്ടാവും. പോരെ. അല്ലെങ്കിൽ 3 കമ്പ്യൂട്ടർ ഉണ്ടായാലും 2 ഡൗൺ ആവും. അപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി. പിന്നെ ഒരു പടി നമ്മുടെ റിക്വയർമെന്റ് പെൻഡിങ് ആണ്, ഡിലേ ഉണ്ടാവും. കാരണം ഇങ്ങനെ അടിഞ്ഞു കൂടില്ലേ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, എത്രയോ ലക്ഷം ആണ് വരുന്നത്. ലോ പ്രപ്പോർഷൻ ഇമ്പോസ്. പിന്നെ നമ്മുടെ ഇവിടെ പെനാലിറ്റി ഇമ്പോസ് ചെയ്യുന്നത് വളരെ കമ്മിയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, 500, 2500 രൂപ മുതൽ 25,000 വരെ പെനാൽ. അത് പക്ഷെ വളരെ കമ്മിയായിട്ടാണ് ചാർജ്. എപ്പോഴും കൊല്ലത്തിൽ ഒരാൾക്ക് 2 ആൾക്ക് ചാർജ് പോരാ. കാരണം എന്താ വെച്ചാൽ ഇത് കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ പെനാൽറ്റി ആരാ തെറ്റിച്ച് അവർ കൊടുക്കണം ശരിക്ക്. കാരണം തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം. മനസ്സിലായോ? സോ വെബ്സൈറ്റില് നമ്മൾ ഇടണം ഓരോ റിപ്പോർട്ടും, അതായത് അവരുടെ വെബ്സൈറ്റില് റൈറ്റ് ഇൻഫർമേഷൻ ആക്ടില്. അപ്പൊ ഇവിടെ വേരിയസ് എമർജിംഗ് ഇഷ്യൂസ് ഹാവ് ബീൻ observed while implementing the RTI Act. With increasing need of good governance, anti-corruption initiatives, and the participation of the public, there is a need of an awareness drive to sensitize the citizens and public authorities about the RTI Act. എല്ലാവർക്കും ഒരു അവയർനെസ് കൊടുക്കണം. അറിഞ്ഞാലല്ലേ ഇതൊക്കെ പ്രവർത്തിക്കൂ. എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ? ഇപ്പൊ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ അറിയേണ്ടത് എങ്ങനെ ഫില്ല് ചെയ്യാന്ന്.
അത് നേരെ മറിച്ച് അത് പണ്ട് എത്ര 5 പേജോ 6 പേജാണ്, ഇപ്പൊ ഒരു പേജിട്ടേ ഉള്ളൂ, പേടിക്കല്ല. പക്ഷെ അതും അറിയണ്ടേ, കാരണം തെറ്റായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻകം ടാക്സിന് റിട്ടേൺ ആണ്. സോ സെൻട്രൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസേഴ്സ് ആർ നോട്ട് ആഡിക്വേറ്റ്ലി ട്രെയിൻ. പറഞ്ഞില്ലേ, ആരെങ്കിലും പിടിച്ചുകൊണ്ട് ഇരുത്തിയാൽ പറ്റില്ലല്ലോ. നോക്കൂ, ഇരിക്കുന്ന ചെയർ ആരാണ് ഇരിക്കുന്നത് നോക്കണം. ഈ സമയമില്ലാത്തതാണ് ഞാൻ പറയാത്തത്. അതായത് ചെയറിന്, ആ പൊസിഷന്, ഈ ചെയറിൽ ചീഫ് മിനിസ്റ്ററുടെ ചെയറിൽ ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ ചീഫ് മിനിസ്റ്ററെ റെസ്പെക്ട് ചെയ്യുന്നു. പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ സീറ്റിൽ ഇരിക്കുന്ന ആളെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബഹുമാനിക്കുന്നു. പ്രധാനമന്ത്രിയുടെ ചെയറിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ബഹുമാനിക്കുന്നു. കാരണം ആ പോസ്റ്റിലാണ് ഇരിക്കുന്നത്. ചീഫ്, നമ്മുടെ ആർമി ചീഫ് പറഞ്ഞാൽ ആർമി ചീഫിന്റെ പോസ്റ്റിലാണ് ഇരിക്കുന്നത്, അപ്പൊ അയാളെ ബഹുമാനിക്കും. പക്ഷെ ഇവിടെ ഒരു കാര്യം വേറൊന്ന്, ചിലവര് ഇരുന്ന സീറ്റായത് കൊണ്ട് നമ്മൾ ആ ചെയറിനെ ബഹുമാനിക്കുന്നു. ഹലോ, കേൾക്കുന്നുണ്ടോ? നമ്മള് പാർട്ടിക്ക് ആളുകളെ ചിലർ ബഹുമാനിക്കുന്നു, ചിലത്. പക്ഷെ ചിലത് ഇന്നാളിരുന്ന ചെയർ ആയതുകൊണ്ട് ആ ചെയറിനെ ബഹുമാനിക്കുന്നു. ഉദാഹരണം, അബ്ദുൽ കലാം, MGK മേനോൻ, ഹോമി ബാബ, എനിക്കറിയാവുന്നതാണ്. അവര് മരിച്ചുപോയിട്ട്, പ്ലെയിൻ ആക്സിഡന്റിൽ മരിച്ചുപോയിട്ട് പോലും 15 കൊല്ലം അയാളുടെ ചെയറിൽ ഒരാൾ ഇരുന്നിട്ടില്ല. ഹോമി ബാബയുടെ ഫാദർ ഓഫ് അറ്റോമിക് എനർജി പ്രോഗ്രാം, ഞാൻ നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. എനിക്ക് ക്യാബിനിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്, കാരണം ആ ചെയറിനെ റെസ്പെക്ട് ചെയ്യുക. അതേമാതിരി നമ്മുടെ ഇവിടെ ഉണ്ട്, ഞാൻ പേര് പറയുന്നില്ല കാരണം വെറുതെ കോൺട്രവേഴ്സി ആവുമെന്ന് ഞാൻ പറയുന്നത്. കാരണം MC ചാക്ല എഴുതിയിട്ടുണ്ട്, അതായത് അയാൾ ഇരിക്കുന്ന ചെയർ ആയതുകൊണ്ട് ആ ചെയർ ബഹുമാനിക്കുന്നു. സി ഡിഫറൻസ്, മനസ്സിലായോ? സർദാർ, നമ്മുടെ രാജേന്ദ്ര പ്രസാദ്, നമ്മുടെ സർവപ്പള്ളി രാധാകൃഷ്ണൻ, അതേമാതിരിയുള്ള ആളുകള്, അബ്ദുൽ കലാം, മറ്റുള്ളവരാരും മോശമായിട്ടല്ലേ ഞാൻ തെറ്റിദ്ധരിക്കാതെ. അതുകൊണ്ട് അപ്പൊ ഇതൊക്കെ നമ്മളെ ശ്രദ്ധിക്കണം ചില കാര്യങ്ങളൊക്കെ. So leading to all these issues need to be looked into for better implementation of the RTA Act. അപ്പോ most information commissioners have no, ചിലവർക്ക് ഒരു വിവരവും ഇല്ല, കൊണ്ട് പിടിച്ചുകൊണ്ട് ആരെങ്കിലും കൊണ്ട് പിടിച്ചിരുത്തും. വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്, ചോദിച്ചതൊന്നും കിട്ടില്ല, ഒരു ഇൻഫർമേഷൻ കിട്ടില്ല. അപ്പൊ ഞാൻ പറയും, എത്രയോ നമ്മളെ നാളെ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിൽ ഞാൻ ടെലിഫോണിൽ ചോദിച്ചപ്പോ ഒന്ന് പറഞ്ഞു, അവിടെ ചെന്ന് ചോദിച്ചപ്പോ നേരെ തിരിച്ചാൽ മതി പോരെ. ആ ആരാത് അറ്റൻഡ് ചെയ്യുന്നത്, ഇന്ന് അറ്റൻഡ് ചെയ്തല്ല, നാളെ കോൺട്രാക്ട് ബേസിസിലാണ്. അപ്പൊ നമ്മൾ ടെലിഫോൺ ചോദിച്ചു, അത്ര ദൂരെ നിന്ന് ടെലിഫോൺ ചോദിച്ചാൽ നമുക്ക് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഓരോന്നാണ് നമുക്ക് തരുന്നത്. അപ്പോ ക്വാളിഫൈഡ് ആളുകളെ പെർമനന്റ് ആയിട്ട് വൈറ്റൽ ഏരിയാസിൽ വെക്കണം. ഇൻഫർമേഷൻ കൂടെ കളക്ടറേറ്റിന്റെ ഇൻഫർമേഷൻ ആണ് കൊടുക്കേണ്ടത്. അവിടെ അത്രത്തോളം നല്ല ക്വാളിഫൈഡ് ആളുകളെ വെക്കണം. ആൻഡ് therefore a system needs to be there by which they are oriented and trained. മനസ്സിലായോ? ട്രെയിൻ ചെയ്യണം, നിങ്ങളുടെ ജോലി ഇതാണ് നിങ്ങൾക്ക്. പിന്നെ അതുമല്ല, എല്ലാവരും അവർ ഇന്ററാക്ഷൻ ആണ് ഓരോ ഡിപ്പാർട്ട്മെന്റ്, എത്ര ഡിപ്പാർട്ട്മെന്റ്, അവരെങ്ങനെ എന്തൊക്കെ ചോദിച്ചാൽ അതാണ് ഇതാണ് കലക്ടറുടെ ഇത്, അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളും ഇൻഫർമേറ്റേഴ്സ് എന്തോ അവർക്ക് ഇതിനെപ്പറ്റി നോളജ് ഉണ്ടാവും. അല്ലെങ്കിൽ പറയണേ, ഞാൻ ഇൻഫർമേഷൻ ഇന്ന ദിവസം ഒന്ന് കോൺടാക്ട് ചെയ്യും, 1 മണിക്കൂർ കഴിഞ്ഞ് അപ്പൊ കൊടുക്കുക. അങ്ങനെ പൊളൈറ്റ് ആയിട്ട് പറയണം. അല്ലാണ്ട് നമുക്ക് ഗവൺമെന്റ് ഉദ്യോഗം കിട്ടിയത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് ധരിക്കരുത്. സ്ട്രെങ്തനിങ് ദി കമ്മീഷൻസ് ഇനഫ് റിസോഴ്സസ് ആൻഡ്, പിന്നെ നമ്മുടെ റിസോഴ്സസ്, നമ്മുടെ ഏതായി ഫൈൻ എടുക്കുക, അതൊക്കെ ഉണ്ടല്ലോ. പിന്നെ അതല്ല, ഓരോ ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ ഫീസൊക്കെ ഉണ്ട്, അതൊക്കെ മേടിക്കണം. അല്ലെങ്കിൽ എന്നിട്ട് ആരും തന്നെ പണിയിച്ചിട്ട് ഓരോരുത്തർ ചെയ്യും. അങ്ങനെയുണ്ട് ചിലർ. ആ ഇൻഫർമേഷൻ കിട്ടട്ടെ, ബെന്റെ ഇൻഫർമേഷൻ കിട്ടട്ടെ, അവർക്ക് അതന്നെ പണി. പക്ഷെ ഇതിന് നമ്മൾ ചാർജ് ചെയ്തില്ലെങ്കിൽ അവരിത് ചെയ്തുകൊണ്ടേയിരിക്കും, റവന്യൂ ഒന്നും കിട്ടൂല, നമ്മൾ പണിയെടുക്കേണ്ടി വരും. So a scheme needs to be adopted for proper infrastructure and resources to make more effective. വളരെ എഫിഷ്യന്റ് ആയിട്ട് നമ്മളിത് ഫങ്ഷൻ ചെയ്യണം. സോ ഫർദർ ദി ഗുഡ് പ്രാക്ടീസസ് ബീങ് അഡോപ്റ്റഡ് ബൈ സം ഓഫ് ദ, ചിലവര് ഇൻഫർമേഷൻ ഓഫീസർ വളരെയധികം സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാ ഇൻഫർമേഷൻ അവർ ടേബിൾ വെച്ചിട്ട് അല്ലെങ്കിൽ ക്യാബിനിൽ വെച്ചിട്ടുണ്ടാവും. ഇന്നാളെ കോൺടാക്ട് ചെയ്യണം, അല്ലെങ്കിൽ പറയാം അവർ ഇന്നാളെ ദയവ് കോൺടാക്ട് ചെയ്യും, അവരുടെ എക്സ്ചേഞ്ച് നമ്പർ ഇതാണ്. അങ്ങനെ അവരുടെ എല്ലാ ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും. അപ്പൊ എന്നിട്ട് പെട്ടെന്ന് ദേ ആർ ഓൾ ഹാപ്പി, കസ്റ്റമേഴ്സ് ആർ ഹാപ്പി. സോ ഫ്രം ദ സോ സർട്ടൻ എമൗണ്ട്സ് ഓഫ് ഓട്ടോണമി ഇൻ ഫൈനാൻസ്, അവർക്ക് ചിലപ്പോൾ ഇവർക്ക് ഇത് ഡെലിഗേഷൻ കൊടുക്കണം. ഈ ഇൻഫർമേഷൻ ഓഫീസർ ഉണ്ടല്ലോ, അവര് നമ്മള് പ്രോത്സാഹിപ്പിക്കണം, മോട്ടിവേറ്റ് ചെയ്യണം. അവര് നല്ല കാര്യങ്ങളിൽ നമ്മൾ അഭിനന്ദിക്കണം. അതേമാതിരി ചിലപ്പോൾ ഫൈനാൻഷ്യൽ ഇതൊക്കെ ഉണ്ട്, അവർക്ക് പവർ കൊടുക്കണം. ചിലപ്പോൾ ക്യാഷ് അവർക്ക് ആവശ്യമുണ്ടായിരിക്കും.
അത് നമുക്ക് അലോക്കേറ്റ് ചെയ്യണം ഗവൺമെന്റ് ആരായിക്കോട്ടെ, കാരണം അവർക്കും ചില ശേഷം ഇതൊക്കെ വേണ്ടേ അവർക്ക്. Okay, so a certain amount of autonomy in financial and administrative matters should also be provided to the അതായത് ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ ആയിക്കോട്ടെ, സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസർ ആയിക്കോട്ടെ, ആർക്കും അതെ ഫൈനാൻഷ്യൽ ഓട്ടോണമി വേണം. ഇതാണ് ഇന്നത്തെ ചാപ്റ്റർ. ബാക്കി നാളെ. Thank you very much for your kind participation. I hope, within 1 hour, whatever is possible, I had delivered. I am really sorry that സാധിക്കുന്നത് മാത്രമേ ചെയ്യാൻ, കാരണം ലിമിറ്റഡ് ടൈമാണ്. സോ ബിയർ വിത്ത് മീ ആൻഡ് നെക്സ്റ്റ് ടുമോറോ.